ഒത്തുചേരൽ ബഹുമാനപ്പെട്ട ഹബീബ് സാറിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാകുമ്പോൾ UAE തലസ്ഥാനമായ അബുദാബിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമായിട്ട് അനുഭവപ്പെടുകയാണ്. ലോ കാർബ് ഹൈ ഫാറ്റ് എന്ന് പറയുന്ന LCHFനെ കുറിച്ച് ഇന്ന് മലയാളികൾക്കിടയിൽ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത വിധം അത്രത്തോളം നമ്മുടെ ജീവിത രീതിയെ തന്നെ മാറ്റിമറിച്ചിരിക്കുന്ന ഒരു പുതിയ പദ്ധതിയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു വലിയൊരു വിഷയമാണ് നമ്മുടെ ഭക്ഷണം. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വിശദമായി ചർച്ച ചെയ്യുമെങ്കിലും ഭക്ഷണത്തെക്കുറിച്ചോ അതിൻ്റെ രീതികളെക്കുറിച്ചോ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്താണ് ഇങ്ങനെയൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ഭക്ഷണമാണ് ഔഷധം എന്നുള്ള ഒരു പുതിയ ക്യാപ്ഷൻ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങളായി ഡയബറ്റിക് പേഷ്യൻ്റായി ഒന്നും കഴിക്കാൻ കഴിയാതിരുന്ന ആൾക്കാരിപ്പോൾ സ്ഥിരമായി നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഒരു സത്യം അത് ജനങ്ങളോട് വിളിച്ചു പറയുക എന്നുള്ളത് മാത്രമാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 2 മാസമായി LCHFൻ്റെ പൂർണ്ണമായിട്ടും പാലിക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ കൂടി ഏകദേശം ഒരു 95% പാലിച്ചു വരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ പഴയ പാൻറ്റുകളൊക്കെ തിരിച്ചു കിട്ടി എന്നുള്ളതാണ് ഈ LCHF കൊണ്ടുണ്ടായ ഒരു നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് മാത്രമല്ല, LCHFിലേക്ക് ചേർന്ന പലർക്കും ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത് 150-200 ദിർഹംസിന് വാങ്ങിയ 36 സൈസിൻ്റെ പാൻറ്റുകൾ അല്ലെങ്കിൽ 34 ഇഞ്ചുള്ളതൊക്കെ നമുക്ക് തിരിച്ച് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നമുക്ക് ഇതിൻ്റെ വിമർശകരോട് പറയാനുള്ള ഒരേ ഒരു വിഷയം. പിന്നെ ആയിരക്കണക്കിന് ഡയബറ്റിക് പേഷ്യൻ്റ് രക്ഷപ്പെട്ട വിഷയം, അതൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാനുണ്ട്. അപ്പം ഇങ്ങനൊരു വേദി ഒരുക്കാനുണ്ടായ ഒരൊറ്റൊരു കാരണം നമ്മൾ മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യം ഇനിയും ഒരുപാട് ആളിലേക്ക് ഈ വിഷയം എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഘടിപ്പിച്ചത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മറ്റുള്ള ഔപചാരികതകളൊന്നുമില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ സമയത്ത് തന്നെ തുടങ്ങി. പലരും നേരത്തെ വന്നവരുണ്ട്, സഹകരിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്, വാക്കുകൊണ്ട് ഹെൽപ്പ് ചെയ്തവരുണ്ട്. എന്നാൽ ചില പിന്നിൽ നിന്ന് കുത്തിയവരും ഇല്ല എന്ന് പറയുന്നില്ല. ഇങ്ങനെ ഒരു സംഭവമായി മുന്നോട്ട് പോകുമ്പോൾ ഇത് എത്രത്തോളം വിജയകരമാകും, അല്ലെങ്കിൽ അതൊന്നും 20 കൊല്ലത്തിന് ശേഷം ഇത് ഡയറ്റ് കൊണ്ടു നടക്കുന്ന ആൾക്കാർ മരിച്ചു പോകുന്നു പറയുമ്പോൾ 20 കൊല്ലമല്ല, എനിക്ക് തോന്നുന്നതിന് മുന്നേ മരിച്ചു പോകാനുള്ള സാധ്യതയുള്ള ലോകത്താണ്. 20 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 50 കൊല്ലത്തിന് ശേഷം ഡയറ്റ് എടുക്കുന്നവരെന്താകും എന്നുള്ള ചർച്ച ഏതായാലും നടക്കട്ടെ. ഹബീബ് സാറിനെ പരിചയപ്പെടുത്തുക എന്നുള്ള വളരെ ഭാരിച്ച ഉത്തരവാദിത്വം എനിക്കുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെക്കാൾ പരിചിതനാണ് ഹബീബ് സാർ എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ ഞാൻ അങ്ങനെ ഒരു അക്രമത്തിന് ഞാൻ മുതിരുന്നില്ല. അദ്ദേഹം PWDയിലെ ഒരു മുതിർന്ന എഞ്ചിനീയറായിട്ട് അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷമാണ് കഴിഞ്ഞ 2 വർഷക്കാലമാണ് അദ്ദേഹം ഈ LCHFുമായി ബന്ധപ്പെട്ട് റിസർച്ച് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പം എല്ലാവർക്കും നമുക്കൊക്കെ പരിചിതൻ എന്നതിൽ ഉപരി പ്രിയങ്കരനാണ്. അദ്ദേഹത്തെ നമ്മുടെ കൂടെ നടക്കുമ്പം പലരും വളരെ സ്നേഹത്തോടു കൂടി വന്ന് അദ്ദേഹവുമായി സംസാരിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി കഴിഞ്ഞതിലും നമ്മോട് സംവദിക്കാൻ ഇങ്ങനൊരു അവസരം കിട്ടിയതിലും സന്തോഷിക്കുന്നു. അതുപോലെ ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മറ്റുള്ളവർ ഇതിനെ സഹായിച്ച എല്ലാവർക്കും ഒരിക്കലും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേർക്കും ഒറ്റ വാക്കിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ പരിപാടി ആരംഭിക്കുന്നു. 1 മണിക്കൂർ പ്രസൻറ്റേഷനും അത് കഴിഞ്ഞതിന് ശേഷം ചോദ്യോത്തരം എന്നുള്ള രൂപത്തിലാണ് പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബഹുമാനപ്പെട്ട ഹബീബ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. എന്നെ പരിചയപ്പെടുത്തേണ്ടി വരില്ല എന്ന് വിചാരിക്കണം, എന്നാലും ചെറുതായിട്ട് പറയാം. എൻ്റെ പേര് ഹബീബ്, അരീക്കോട്, മലപ്പുറം ജില്ലക്കാരനാണ്. ഹബീബ് റഹ്മാൻ എന്നാണ് ഫുള്ള്. PWDയിലായിരുന്നു, പെൻഷൻ പറ്റിയതാണ് സൂപ്രണ്ടിങ് എഞ്ചിനീയറായിട്ട്. പക്ഷേ ഞങ്ങളടുത്ത് വന്ന് നിൽക്കുന്നത് റോഡും പാലും ഉണ്ടാക്കുന്ന കാര്യം പറയാനൊന്നുമല്ല, വേറൊരു വിഷയം പറയാനാണ്. അത് പറയാനുള്ള യോഗ്യത ഉണ്ടോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ അതിനൊരു നിർബന്ധാവസ്ഥയിൽ അങ്ങനെ വന്നു പോയതാണ്. ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും കുറച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1-2 ഡിസ്ക്ലെയിമേഴ്സ് ഉണ്ട്. ഒരു മുൻകൂർ ജാമ്യം എന്നൊക്കെ പറഞ്ഞ മാതിരി ഞാനൊരു വൈദ്യശാസ്ത്രത്തിനെ കുറിച്ചൊന്നും അറിയാത്ത ഒരാളാണ്. ആ രീതിയിലൊരു പഠനം നടത്തിയിട്ടില്ല, പരിചയമില്ല, അതിൽ ക്വാളിഫൈഡ് അല്ല. ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ചികിത്സ നിർദ്ദേശിക്കാനൊന്നും
എൻ്റൈറ്റായിട്ടുള്ള ആളുമില്ല. അതുകൊണ്ട് ഞാനിവിടെ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരു ചികിത്സാ രീതി എന്നുള്ള രീതിയിൽ നിങ്ങളാരും അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യരുത്. ഞാൻ പറഞ്ഞു കേട്ടിട്ട് എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും അപകടം വന്ന് നാളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. കാരണം ഒരു പ്രത്യേകിച്ചൊരു നിങ്ങൾ അറ്റൻഡ് ചെയ്യാനോ ഒരു ഇൻഡിവിജ്വലായിട്ടൊരു കേസ് അറ്റൻഡ് ചെയ്യാനൊന്നുമില്ല സാധ്യതകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ വിഷയത്തിനെക്കുറിച്ച് ചില ധാരണകൾ ഉണ്ടാക്കി തരിക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഒരു വൈദ്യൻ്റെയോ ഡോക്ടറുടെയോ മറ്റ് ചികിത്സകൻ്റെയോ ഒന്നും ഉത്തരവാദിത്തപ്പെട്ടതല്ല. ആരോഗ്യം നിലനിർത്തണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളതിനെപ്പറ്റി മനസ്സിലാക്കണം. അറിവ് നേടുക എന്നുള്ളതേ മാർഗമുള്ളൂ. ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ പറയും ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് കാഴ്ചപ്പാടനുസരിച്ച് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഡോക്ടറോട് പറയാം, ഡോക്ടർ എന്താ പറയുന്നത് അതേമാതിരി നമ്മൾ ചെയ്യുക, അതിലപ്പുറം സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ തന്നെ ഡോക്ടർ പറയണം. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ കംപ്ലീറ്റ് അവരെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളൊരു രീതിയാണ് നിലവിലുള്ളത്. അത്രത്തോളം അത് വേണമെന്നില്ല നിങ്ങൾ ആലോചിക്കുക. കാരണം അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കാര്യങ്ങളാണ് ഈ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ആശുപത്രികളുടെ ഇതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാം. എല്ലാ കേസിലും അങ്ങനെ ആണ് എന്നുള്ളത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. നമ്മളുടെ അനുഭവങ്ങളൊക്കെ പലപ്പോഴും അങ്ങനെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു മിനിമം ലെവലിൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. അതിനെക്കുറിച്ച് ചില സൂചനകൾ തരൽ മാത്രമാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം. അല്ലാതെ നിങ്ങളുടെ ആരുടെയും രോഗം ചികിത്സിക്കാനുള്ള ഒരു മരുന്നായിട്ടൊരു ഗുളികയായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. കാരണം രോഗങ്ങൾ തന്നെ അങ്ങനെയാണ്. ഒരു മൊത്തം രോഗങ്ങൾ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുകയാണെങ്കിൽ അതിലേറ്റവും കൂടുതലുള്ള രോഗം, ഏറ്റവും കൂടുതൽ എണ്ണം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന രോഗങ്ങളൊന്നും തന്നെ യഥാർത്ഥത്തിൽ രോഗങ്ങളെ അല്ല. അത് അസുഖം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തലവേദന, പനി, ജലദോഷം, അല്ലെങ്കിൽ വയറുവേദന, വയറ്റുന്ന നോക്ക്, വയറ്റുന്ന് പോവാതിരിക്കുക, അല്ലെങ്കിൽ ചൊറി, മറ്റേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളതിനൊക്കെ മൊത്തത്തിൽ രോഗം എന്നാണ് പറയുക. ഒന്നും രോഗമല്ല യഥാർത്ഥത്തിൽ. അത് ഒരു ചികിത്സ ആവശ്യമില്ലാത്ത, ഒരു മരുന്നും ആവശ്യമില്ലാത്ത ശരീരത്തിൻ്റെ രോഗപ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ചില ലക്ഷണങ്ങൾ മാത്രം. അത് ആ രീതിയിൽ തന്നെ കാണുകയാണെങ്കിൽ നമുക്കറിയാം. ഒരു പനിച്ചിട്ട് പണ്ടൊക്കെ പനി പിടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ അടങ്ങിക്കിടക്കും. നമ്മളെ ഉമ്മയോ അല്ലെങ്കിൽ വല്യമ്മയോ ആരെ വീട്ടിലെയും ചെറിയ കുറച്ച് ചുക്കും കുരുകളൊക്കെ തിളപ്പിച്ച് ഇട്ട് കുടിക്കാൻ തരും. അത് കുടിച്ച് കഴിഞ്ഞ് പിറ്റേന്ന് അല്ലെങ്കിൽ എൻ്റെ പിറ്റേന്നായിട്ട് ആ പനി അങ്ങ് വിട്ടുപോകും. മൂന്നാമത്തെ ദിവസം നമ്മൾ ഫ്രഷ് ആയിട്ട് എണീറ്റ് പോവുകയും ചെയ്യും. അതായിരുന്നു പണ്ടത്തെ സിസ്റ്റം. എന്ന് പറഞ്ഞാൽ അത് രോഗമല്ലായിരുന്നു. ഇന്ന് അത് രോഗമാണ്. നമ്മൾ ചെറിയൊരു പനി വരുമ്പോഴേക്കിനോ ടെമ്പറേച്ചർ കൂടി മറ്റേ തന്നെ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ അപ്പോഴേക്കിനും ഒരു 8 ഗുളികേൻ്റെ ലിസ്റ്റ് ചെയ്ത് തരും. അതെല്ലാം കൂടി വാങ്ങി കഴിക്കും. പനി തൽക്കാലം അങ്ങ് പോവും. പിറ്റേന്ന് വരുമ്പോഴേക്കും വീണ്ടും പനിക്കും, വീണ്ടും ഗുളിക കുടിക്കും. അങ്ങനെ ഒരാഴ്ച അങ്ങനെ വിട്ടും പോയി നിൽക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഡാമേജുകൾ വരും. പിന്നെ ഈ ഡെങ്കിപ്പനി അല്ലെങ്കിൽ തക്കാളിപ്പനി, വേറെ എന്തെങ്കിലും നിപ്പ, മറ്റേ കുറച്ച് പറഞ്ഞിട്ട് ഓരോന്നായിട്ട് ഡെവലപ്പ് ചെയ്തു. എന്ന് പറഞ്ഞാൽ പണ്ട് ഹിപ്പോക്രാറ്റസ് പറഞ്ഞൊരു വാക്കുണ്ട്, മരുന്നുകൾ നിങ്ങളുടെ രോഗം മാറ്റുകയാണ് ചെയ്യുന്നത്, സുഖപ്പെടുത്തല്ല. മാറ്റുക എന്ന് പറഞ്ഞാൽ മാറ്റുക, പനി മാറ്റിയിട്ട് ഡെങ്കിയാക്കി മാറ്റുന്ന പണിയാണ് മരുന്നുകൾക്കുള്ളത്. അപ്പോൾ അത്തരം രോഗങ്ങൾക്കൊന്നും തന്നെ യഥാർത്ഥത്തിൽ മരുന്നുകളുടെ ആവശ്യമില്ല. മരുന്നുകൾ കുടിക്കുകയും ചെയ്യരുത്. അത് നമ്മളെ ശരീരത്തിൻ്റെ ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ്. അത് ആ രീതിയിൽ മനസ്സിലാക്കുക. ഒന്നാമത്തെ അറിവുകൾ ഉണ്ടാകേണ്ടത് അവിടെ നിന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുവിധം രോഗങ്ങൾക്കൊന്നും മരുന്നിൻ്റെ ആവശ്യമില്ല, മരുന്ന് കുടിക്കാനും പാടില്ല, അല്ലാതെ തന്നെ അത് സുഖമായി പോകും. രണ്ടാമതൊരു വിഭാഗം രോഗങ്ങളുണ്ട്. നല്ല ശക്തമായിട്ടുള്ള ടോക്സിൻസ് വന്നിരും, വിഷങ്ങൾ വന്നപ്പോൾ അത് വളരെ എന്തെങ്കിലും പറയാം അപകടകരമായ ലെവലിലുള്ള ചില ടോക്സിൻസ് ഉണ്ട്. ബാക്ടീരിയകൾ, അതേമാതിരി ചില വൈറസുകൾ, വേറെ ചില സാധനങ്ങൾ, ഇനി അതും അല്ലെങ്കിൽ വല്ല പോയിസണ്, ഇതൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് സ്വന്തമായിട്ടത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും. അവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. മരുന്നുകൾ കുടിക്കണം, ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും, ആശുപത്രിയിൽ പോകേണ്ടി വരും, ഇതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം ടൈഫോയിഡ് അല്ലെങ്കിൽ ന്യൂമോണിയ ഒന്നും സെൽഫായിട്ട് അങ്ങനെ ക്യൂർ ചെയ്യാറില്ല. നമ്മൾ ആൻറ്റിബയോട്ടിക്കോ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴേ അതിന് ശരിയായ ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ. അത്തരം രോഗങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ചികിത്സിക്കണം. ഇനി ഇതിലൊന്നും പെടാത്ത മൂന്നാമതൊരു വിഭാഗം രോഗങ്ങളുണ്ട്.
അതാണ് ഈ മോളിൽ പറഞ്ഞ ലിസ്റ്റ്. ഇത് നിങ്ങൾ എന്ത് മരുന്ന് കുടിച്ചാലും മാറില്ല. മരുന്ന് കുടിച്ചില്ലെങ്കിലോ എന്നാലും മാറില്ല. അവിടെയാണ് ആ ഒരു വിഭാഗം രോഗങ്ങളെ മാത്രമാണ് ഞാൻ ഇവിടെ അഡ്രസ്സ് ചെയ്യാൻ വന്നത്. അതിൽ നമ്മളുടെ അനുഭവമാണ്, ഇത്രയും കാലത്തെ കഴിഞ്ഞൊരു 10-50 കൊല്ലമായിട്ടുള്ള അനുഭവമാണ് നമ്മളത്. ഇതിനൊന്നും മരുന്ന് കുടിച്ചിട്ട് ആർക്കും സുഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇൻക്യൂറബിളാണ്. അതിനൊരു നല്ലൊരു പേര് ഇട്ടിട്ടുണ്ട്, ഒരു ക്രോണിക് ഡിസീസ്, അല്ലെങ്കിൽ പ്രോഗ്രസീവാണ്. അത് രോഗം മൂർച്ഛിക്കാന്നല്ലാതെ ഒരിക്കലും സുഖപ്പെടില്ല. ചികിത്സിക്കാൻ പറ്റുമോ? ചികിത്സിക്കാം, കുഴപ്പമൊന്നുമില്ല. ആരും പറയില്ല ചികിത്സ ഇല്ല. നമ്മൾ വരെ ഞാൻ ചികിത്സിച്ചു തരാൻ തന്നെ എല്ലാ ഡോക്ടറും പറയാം. മരുന്ന് തരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൂചി തരും, അല്ലെങ്കിൽ സർജറി നടത്തും. അതൊക്കെ അങ്ങനെ വളരെ ഉഷാറായിട്ട് നടക്കും. രോഗം അതേറ്റ മാറില്ല. അങ്ങനത്തെ കുറേ രോഗങ്ങളാണ് 1980-കൾക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വ്യാപകമായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം രോഗങ്ങൾ അതൊരു ബാക്ടീരിയ കാരണമോ വൈറസ് കാരണമോ അമീബിയ കാരണം ഒന്നും ഉണ്ടാകുന്ന രോഗങ്ങളല്ല. തീർത്തും നമ്മളുടെ ഡയറ്റ് കാരണം ഉണ്ടായത്, നമ്മളെ ഭക്ഷണം കാരണം. കഴിഞ്ഞൊരു 10-40 കൊല്ലമായിട്ട് നമ്മളുടെ ഭക്ഷണ രീതികൾ വമ്പിച്ച മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് കഴിച്ചിരുന്ന ഭക്ഷണങ്ങളൊന്നും അല്ല നമ്മൾ കഴിക്കുന്നത്. പണ്ട് കഴിച്ചിരുന്ന അളവിലല്ല കഴിക്കുന്നത്. ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ടോക്സിക് ആയിട്ടുള്ള വിഷമമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതും കൂടിയ അളവിൽ നമുക്ക് ശരീരത്തിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത, അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും അളവിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലങ്ങളായിട്ട്. അതിൻ്റെ ഓരോ റിപ്പർക്കഷൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ദൂഷ്യഫലങ്ങളാണ് ഈ രോഗങ്ങളായിട്ട് നമുക്ക് വരുന്നത്. ഇത്തരം രോഗങ്ങൾ അഡ്രസ്സ് ചെയ്യാനാണ് നമ്മൾ മരുന്നുകൾ കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിനെ അഡ്രസ്സ് ചെയ്യാവുന്ന രീതി, അതിൻ്റെ യഥാർത്ഥ കാരണം ഡയറ്റ്. ഈ ഡയറ്ററി കറക്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇല്ലാതെയാക്കാൻ പറ്റും. ഇത്രേ ഉള്ളൂ ചുരുക്കം. ഒരു മെറ്റബോളിക് അപ്രോച്ച്. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ, നമ്മൾ വായിക്കൂടെ ഒരു ഭക്ഷണം കഴിച്ചത് പുറത്തേക്ക് പോകുന്നവരേക്ക് ശരീരത്തിൽ നടക്കുന്ന ഒരുപാട് കെമിക്കൽ പ്രവർത്തനങ്ങൾ, എന്തെങ്കിലും പറയാം, റിയാക്ഷൻസ്, ഇതിനെല്ലാം കൂടി മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണ് മെറ്റബോളിസം. ആ ഭക്ഷണം പലതായിട്ട് വിഘടിക്കും, പിന്നെ പലതായിട്ട് കൂടിച്ചേരും. അവസാനം അത് കുറേ വേസ്റ്റും കുറേ എനർജിയും കുറേ ഫാറ്റൊക്കെ ആയിട്ട് മാറിയിട്ട് ബാക്കി വേസ്റ്റ് എല്ലാം കൂടി പുറത്തു പോകുന്ന ഈ ടോട്ടൽ പ്രോസസ്സിന് പറയുന്ന പേരാണ് മെറ്റബോളിസം. ഈ മെറ്റബോളിസത്തിൽ വരുന്ന തകരാറുകൾക്ക് മെറ്റബോളിക് ആയിട്ടുള്ളൊരു പരിഹാരം, അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ചുരുക്കം. അപ്പോൾ അത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ആദ്യം തന്നെ ചോദിക്കേണ്ട എന്താ കഴിക്കേണ്ടാത്ത, അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ചെറിയൊരു ബ്രീഫായിട്ടുള്ള ചില സംഗതികൾ, കുറച്ച് അറിവുകൾ ഓരോരുത്തർ ഉണ്ടാക്കിയെടുക്കുകയെന്നില്ല. അപ്പോൾ നമ്മൾ ഈ അറിവ് എന്ന് പറയുമ്പോൾ എല്ലാ പ്രശ്നം എന്ന് വെച്ചാൽ, അറിവിനുള്ള ഏറ്റവും വലിയ പ്രശ്നം, അറിവ് എല്ലാവർക്കും നേടാൻ പറ്റില്ല. അറിവിൻ്റെ ഏറ്റവും വലിയ ശത്രു അറിവില്ലായ്മയല്ല, അറിവ് തന്നെയാണ്, അല്ലെങ്കിൽ അറിവുണ്ടെന്നുള്ള ധാരണയാണ്. നമ്മൾ ആൾറെഡി നമ്മളെ ബ്രെയിനകത്ത് കുറേ ഫീഡ് ചെയ്ത് വെച്ച കുറേ സംഗതികളുണ്ട്. അറിവാണെന്നുള്ള ധാരണയിൽ നമ്മൾ കൊണ്ടുവന്ന് വെച്ചാൽ ഈ അറിവുകൾ ഇല്ലോടത്തോളം കാലം യഥാർത്ഥ അറിവിനെ അങ്ങോട്ട് എത്താൻ പറ്റില്ല. അപ്പോൾ അത്തരം സംഗതികൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ശരിയായ അറിവ് അങ്ങോട്ട് കയറും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ശ്രമം നടത്തുകയാണ്. അപ്പോൾ അതിന് ഇത് നമ്മൾ ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റി കേൾക്കാത്ത പോലെ ആരും ഉണ്ടാവില്ലല്ലോ. ലോകത്തിലെ ഏറ്റവും IQ കൂടിയ ആളാണ്, ബുദ്ധിശക്തിയുള്ള ആളാണ്. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം, അയാൾ 2 വിരലിൽ മാത്രമേ ചലനശേഷിയുള്ളൂ. ഈ 2 വിരൽ വെച്ച് 2 ബട്ടൺ അമർത്തിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫിലോസഫികളും സിദ്ധാന്തങ്ങളൊക്കെ വലിയ സയൻസിൽ തന്നെ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി. മുപ്പര് പറയുന്നത്, നിങ്ങൾ മനസ്സിൽ നിന്ന് ഈ സാധനം ഒഴിവാക്കണം. അറിവുണ്ടെന്നില്ല ആ ധാരണ മനസ്സിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ശരിയായ അറിവ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ ആദ്യം ചെയ്യേണ്ട പണി അതാണ്. അപ്പോൾ നമ്മളിതുവരെ പഠിച്ചതൊക്കെ മറക്കുക. അപ്പോൾ മെയിൻ പ്രശ്നം അതാണ്, നമുക്കൊരുപാട് അറിവുകളുണ്ട്. ഈ അറിവുകൾ നമുക്ക് അപകടം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ തെറ്റായ അറിവുകൾ, മിസ്ഇൻഫോർമേഷൻസ്, അത് മനസ്സിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ശരിയായ ഇൻഫർമേഷൻ കിട്ടും. നമ്മളെ രോഗങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ, കാരണം ഇതിന് മരുന്നൊന്നും വേണ്ട, ജസ്റ്റ് കുറച്ച് വിവരം ഉണ്ടായാൽ ഇല്ലാതെയാക്കാവുന്ന രോഗങ്ങളാണ് മിസ്ഇൻഫോർമേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. എന്താണ് ഈ മിസ്ഇൻഫോർമേഷൻസ്? അത് രോഗികൾക്കുണ്ട്, ഡോക്ടർമാർക്കുണ്ട്. ഡോക്ടർമാരെ തിരുത്താൻ മാത്രമല്ല വിവരം എനിക്കില്ല, പക്ഷേ രോഗികളായ നിങ്ങളെ തിരുത്താനുള്ള അത്യാവശ്യം വിവരങ്ങളും വെച്ചിട്ടാണ് നിൽക്കുന്നത്. എല്ലാം ഉണ്ടെന്നല്ല, ബാക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കുക. കുറേ സൂചനകൾ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഡോക്ടർമാരെ പറ്റി പറയുകയാണെങ്കിൽ, അവരെ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്നതിന് പറയാം. അതായത് തെളിവുകളുടെയും അതേപോലെ
പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ് ഈ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ, അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആധുനിക വൈദ്യശാസ്ത്രം, അല്ലെങ്കിൽ നമ്മൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അലോപ്പതി. അലോപ്പതി എന്ന് പറഞ്ഞാൽ മറ്റ് ചികിത്സാ രീതി മാതിരിയല്ല, അതിന് തെളിവ് വേണം. ഇപ്പോൾ ഹോമിയോപ്പതി ആയാലും ആയുർവേദ ആയാലും യുനാനി ആയാലും ഇതിനൊന്നും കാണണ്ട. ജസ്റ്റ് ഒരു ഫിലോസഫീൻ്റെ പേരിൽ, ഒരു സിദ്ധാന്തത്തിൻ്റെ പേരിൽ ഉഷ്ണം ഉഷ്ണേന ശാന്തി, അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും പറയാം ഹോമിയോപ്പതിയിൽ സിമിലിബസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സിദ്ധാന്തങ്ങളാണ്. അതായത് ഒരു അങ്ങോട്ടൊന്നും പോകണല്ലോ, കുറേ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. എന്തായാലും കുറേ ഫിലോസഫീൻ്റെ അടിസ്ഥാനത്തിലുള്ള ചികിത്സയാണ്. അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നില്ല വേറെ കാര്യം. വർക്ക് ചെയ്യുന്നുണ്ടെന്നില്ല അനുഭവം ഉള്ളവരുണ്ട്, ഇല്ല എന്ന് പറയുന്നവരുണ്ട്. ആ തർക്കത്തേക്കൊന്നും പോകണില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന് തെളിവൊന്നും വേണ്ട. ഇപ്പോൾ ഹോമിയോ മരുന്ന് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാക്കുന്നത്, അതിൻ്റെ കെമിക്കൽ ചേഞ്ചുകൾ എന്തൊക്കെയാണ്, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ആരെ കൊണ്ട് കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ പലർക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർ പറയുന്നത് സ്വന്തം അനുഭവമാണല്ലോ വലുത്. അതേമാതിരി ആയുർവേദം, അതിനകത്തുള്ള കാര്യഷ്ടങ്ങൾ മറ്റോ, ഇതിനൊക്കെ വലിയ തെളിവൊന്നും വേണ്ട. അതൊരു സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചരക സംഹിത മറ്റെന്നൊക്കെ പറഞ്ഞത് അങ്ങനെ പോകും. പക്ഷേ അലോപ്പതി അങ്ങനെയൊന്നും വിട്ടുവരുന്ന കാര്യമല്ല. കാണണം, തെളിവ് വേണം, എന്തിനും തെളിവ് വേണം. ഉദാഹരണമായിട്ട് നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു, ഒരു മൂത്രത്തിലൊരു പഴുപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൂത്രക്കടച്ചിലൊക്കെ പറയുമല്ലോ. അപ്പോൾ മൂത്രം കൾച്ചർ ചെയ്യാൻ പറയും ഡോക്ടർ. കൾച്ചർ ചെയ്യാൻ തന്നെ ഈ മൂത്രം ഒരു പ്രത്യേക ലായനിയിലൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസം 3-4 ദിവസം വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ബാക്ടീരിയകളൊക്കെ എണ്ണം കൂടാൻ തുടങ്ങും. അപ്പോൾ അത് ഒരു നോട്ടബിൾ ക്വാണ്ടിറ്റി ആയി കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിനകത്തുള്ള ഇതൊക്കെ ബാക്ടീരിയ അല്ല. ഈ ബാക്ടീരിയകൾ ഓരോന്നും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനകത്ത് ടോക്സിക് ആയിട്ടില്ല എല്ലാ ബാക്ടീരിയ നമുക്ക് അപകടം ഉണ്ടാക്കണമല്ല. ഒരുപാട് ബാക്ടീരിയകളുടെ പ്രവർത്തനം കൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നത്. പക്ഷേ ചില ബാക്ടീരിയകൾ നമുക്ക് രോഗം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത്തരം ബാക്ടീരിയകളെ ഇന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് ബാക്ടീരിയകളെ കൊല്ലുന്ന നശിപ്പിക്കുന്ന മരുന്നുണ്ട്, ആൻറ്റിബയോട്ടിക് എന്ന്. അത് ഓരോന്നായിട്ട് പരിശോധിക്കും. അവിടെ അതിനകത്ത് ഏതെങ്കിലും ഒരു മരുന്ന് ഈ പറഞ്ഞ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷമമായിട്ടുള്ള ഈ ബാക്ടീരിയനെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തിട്ട് റിപ്പോർട്ടാക്കി നമുക്ക് തരും. ഈ ആൻറ്റിബയോട്ടിക് എന്തെങ്കിലും പറയാം, പല ജാതി ആൻറ്റിബയോട്ടിക്കില്ല, പെൻസിലിനോ മറ്റോ മറിച്ച് എന്താ, അത് ഈ ബാക്ടീരിയക്ക് സെൻസിറ്റീവ് ആണെന്ന് റിപ്പോർട്ട് ചെയ്യണം. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയറാണ് കാര്യങ്ങൾ. ആ മരുന്ന് ഡേറ്റ് തന്നാൽ നിങ്ങളെ ബാക്ടീരിയ നശിക്കും, സ്വാഭാവികമായിട്ടും നിങ്ങളെ രോഗമില്ലാതെയും. ഇതാണ് എവിഡൻസ് ബേസ്ഡ്, നേരെ കാണണം കാര്യങ്ങൾ. ഈ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരാളുണ്ട്. അയാൾ മരിച്ചോ അല്ലേന്നറിയില്ല, കുറച്ച് പ്രായമുള്ള ആളാണ്. ഡേവിഡ് സാക്കറ്റ് എന്നറിയും. മൂപ്പര് പറഞ്ഞാൽ 5 കൊല്ലത്തെ അല്ലെങ്കിൽ 5.5 കൊല്ലത്തെ മെഡിക്കൽ വിദ്യാഭ്യാസം ബിരുദം നേടി പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിൻ്റെ അറിവിൻ്റെ പകുതി ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാവുന്നതാണ്. പകുതി അറിവ് കാലാരണപ്പെട്ടിരിക്കും. കാരണം 5 കൊല്ലം കൊണ്ട് ശാസ്ത്രം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. ഓൻ പഠിച്ചത് 25 കൊല്ലം മുമ്പത്തെ ടെക്സ്റ്റ് ബുക്കാണ്. അതും പഠിച്ചിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും ശാസ്ത്രം ഒരുപാട് മുന്നോട്ട് പോയി. നമുക്കറിയാം ശാസ്ത്രം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്. ഭയങ്കര ജമ്പാണ് ചിലപ്പം. ഇപ്പം എന്തെങ്കിലും പറയാം, വേവ് തിയറി അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ്, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ന്യൂട്ടൻ്റെ ഇത്, ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റി, ഇതൊക്കെ ഒന്ന് തമ്മിൽ എന്തെങ്കിലും പറയാം ലൈറ്റ് ഇയേഴ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു ഫാസ്റ്റ്നെസ്സിലാണ് ശാസ്ത്രം മുന്നോട്ട് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കുകളോ വർഷങ്ങൾ മുമ്പ് എഴുതിയതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാൾ പറയുന്നത് ഒരു പകുതി അറിവെങ്കിലും ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാവുന്ന. ഈ പകുതി അറിവ് വെച്ചിട്ടാണ് ഡോക്ടർ ചികിത്സിക്കാൻ വരുന്നത്. അപ്പോൾ പറയും അങ്ങനെ ചെയ്യരുത്, യു ഹാവ് ടു അത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ എവിടുന്ന് അവൻ അറിവുണ്ടാക്കുക? രണ്ടാമത് തിരിച്ച് കോളേജിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ, ഹി ഹാസ് ടു ഗോ ഫോർ ദി എവിഡൻസസ്. പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എവിഡൻസ് അവൻ സംഘടിപ്പിക്കണം. എവിടുന്ന് കിട്ടും? അതിനാണ് മെഡിക്കൽ ജേർണലുകൾ. 1800ഓളം മെഡിക്കൽ ജേർണലുകളുണ്ട് ലോകത്ത്. ഈ മെഡിക്കൽ ജേർണലുകളിൽ സംഭവിക്കണമെന്ന് വെച്ചാൽ പുതിയ പഠനങ്ങളുടെ റിപ്പോർട്ടുകളാണ് വരിക. ഓരോ മരുന്നിനെ പറ്റിയും രോഗത്തിനെ പറ്റിയും പല സംഗതിനെ പറ്റിയുള്ള ആ ഫീൽഡിലെ ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരൊക്കെ നടത്തിയ വിശദമായ പഠനങ്ങൾ, ആ പഠനങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതിൻ്റെ കൺക്ലൂഷൻസ്, അതിൻ്റെ റിസൾട്ടുകളൊക്കെ അതിനകത്തുണ്ടാവും. ഇത് വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ഒരു ഡോക്ടർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ബാക്കി 50% ഫില്ലാവുന്നത്. 50% ഒക്കെ അവൻ്റെ കോളേജിൽ നിന്ന് കിട്ടുന്നതാണ്. ബാക്കി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള 50% ഈ ഷുഡ് ഗെറ്റ് ഫ്രം ദി ജേർണൽസ്. അതാണ് ഈ അറിവ് നേടേണ്ട രീതി. അതാണ്. അപ്പോൾ അതിനുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞ 1800 മെഡിക്കൽ ജേർണലുകൾ ശരാശരി ലോകത്തുണ്ട്. ഇതിൽ നിന്നെല്ലാം കൂടിയിട്ട് ഒരു ദിവസത്തിൽ ശരാശരി 8 സ്റ്റഡീസ് പുറത്തു വരുന്നുണ്ട്. 8 സ്റ്റഡി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ ശരിക്കും അപ്ഡേറ്റഡ് ആവണമെങ്കിൽ ദിവസം 8 സ്റ്റഡീസും പഠിച്ചിരിക്കണം. തീർത്തും അസാധ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടിയാൽ വളരെ
വിജ്ഞാനം താല്പര്യനായ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ തന്നെ ഒരാഴ്ചയിൽ 1-2 മണിക്കൂർ അവൻ ഇതിന് മെനക്കെടുള്ളൂ. ഒരാഴ്ച കൊണ്ട് എത്ര 56 സ്റ്റഡീസ് വന്ന് 2 മണിക്കൂർ കൊണ്ട് എത്ര പഠിക്കാൻ പറ്റുക? അപ്പോൾ അത് പ്രാക്ടിക്കലി അത് പോസിബിളല്ല. ഇനി ഒരുത്തനതിന് ഫുൾ ടൈം അങ്ങോട്ട് ഇരുന്നോ, ചികിത്സയൊന്നും വേണ്ട, ഷീട്ടെഴുത്തൊന്നും വേണ്ട, ഞാൻ അത് പഠിച്ചിട്ട് വേറെ കാര്യമൊന്നും മെനക്കെട്ട് ഇരുന്നാലോ? അപ്പോൾ അതിനെക്കാണോ വലിയ തമാശ. അതിനെക്കാണോ വലിയ തമാശ എന്ന് വെച്ചാൽ ഈ ജേണലുകളുടെ ചീഫ് എഡിറ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത് അവർ ജേണലുകൾ വരുന്ന പകുതിയോളം സ്റ്റഡി റിപ്പോർട്ടുകൾ ബോഗസാണ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമല്ല, യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ, തീർത്തും ബയസ്ഡ് ആയിട്ടില്ല, ഇൻഡസ്ട്രി ബയസ്ഡ് ആയിട്ടുണ്ട്. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരു വ്യവസായമാണ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. അവരുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ അവർക്ക് ഗുണമുള്ള രീതിയിലുള്ള പഠനങ്ങളാണ് ഈ ജേണലുകളിൽ വരുന്നതിൽ പകുതിയിലധികം. അതൊന്നും സത്യമായിട്ടൊരു ബന്ധമുള്ളതാവില്ല. അവർക്ക് എങ്ങനെയാണോ ഇത് ഉപകാരപ്പെടുന്നത് അത് മാത്രമേ ഇതിൽ വരും. അവർക്ക് ഉപകാരപ്പെടാത്താണെങ്കിൽ വരില്ല. അതിനെപ്പറ്റി വേറെ എന്താണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു എന്തിനു പറയാം, ഈ PG സ്റ്റുഡൻസ് നടത്തിയൊരു സർവേയിൽ ലോകത്ത് മരുന്ന് കമ്പനികൾ സ്പോൺസർ ചെയ്തിട്ടുള്ള ഗവേഷണ ഫലങ്ങളിൽ 63% വെളിച്ചം കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അനുകൂലമല്ലാത്ത റിപ്പോർട്ടുകളാണെങ്കിൽ അവർ പുറത്ത് കാണിക്കില്ല. വരുന്ന 37 തന്നെ അതിൻ്റെ യഥാർത്ഥ ഡാറ്റ ഒരിക്കലും അവർ പബ്ലിഷ് ചെയ്യില്ല. അതിൻ്റെ ഒറിജിനൽ ഡാറ്റ അവരെടുത്ത് സേഫാണ്. അവരെന്താണോ ജനങ്ങൾ അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. ചുരുക്കത്തിൽ ഈ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ഈ ജേണലുകൾ തീർത്തും തെറ്റായ വിവരങ്ങളാണ് തരുന്നത്. ഈ പറയുന്നത് ആരാണ്? ഈ ജേണലുകളുടെ ചീഫ് എഡിറ്റേഴ്സ്. ഞാൻ പറഞ്ഞ കാര്യമല്ല. ഈ ന്യൂ ഇംഗ്ലണ്ട് ലാൻസെറ്റ് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മെഡിക്കൽ ജേണലാണ്. അതിൻ്റെ ചീഫ് എഡിറ്ററായിരുന്നു 2015 റിച്ചാർഡ് ഹോട്ടൺ. മൂപ്പര് പറഞ്ഞതാണ് പകുതിയോളം ശാസ്ത്രീയ ലേഖനങ്ങൾ സത്യസന്ധമല്ല, പകുതിയോളം. ബാക്കി പകുതി തന്നെ ഏതാന്നുള്ളത് സത്യം ഏതാ അസത്യം എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഒരു 10 5 സത്യസന്ധ അല്ലെങ്കിൽ ഇതിലേതാണ് സത്യം എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അതൊരു ബേസ്ലെസ് ഒരു സംഗതിയെ പറയാം. എന്ന് പറഞ്ഞാൽ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ്റെ ബേസ് തന്നെ ശരിയല്ല എന്നുള്ളതാണ്. പിന്നെ അതേമാതിരി ക്ലിനിക്കൽ സ്റ്റഡീസ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്. നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ഈസ് ഇറ്റ് സേഫ് ഓർ നോട്ട്, അത് തെളിയിക്കാനുള്ള സ്റ്റഡിയാണ് ക്ലിനിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞത്. ഒരു മരുന്ന് മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒരു സ്റ്റഡി നടത്തിയിരിക്കണം. യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ട ആളാരാ? നമ്മളെ നികുതി പണം വാങ്ങിക്കുന്ന സർക്കാരുകളാണ്. പക്ഷേ ഒരു കൊല്ലത്തിൽ ചിലപ്പോൾ 1000 മരുന്നുകളായിരിക്കും ഒരു രാജ്യത്ത് പുറത്ത് പുതിയതായിട്ട് വരുന്നത്. ഇതെല്ലാം കൂടി ഒരു സ്റ്റഡി നടത്തണമെങ്കിൽ എത്ര ബില്യൺസ് വേണ്ടി വരും? ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ബെയർ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് അല്ല. അപ്പോൾ അവരെന്താ ചെയ്യുക? സ്വാഭാവികമായിട്ടും ഇത് ആരാ ഇറക്കുന്നത്, ആർക്കാണ് അതിൻ്റെ ലാഭം കിട്ടുന്നത്, ഓൻ തന്നെ ഇതിൻ്റെ സ്റ്റഡി നടത്തട്ടെ നോക്കാം. മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന സ്റ്റഡി നടത്താം. സ്വാഭാവികമായിട്ടും അവർക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണത്. അവരേതെങ്കിലും ഒരു പ്രൊഫസർമാരത് ഏൽപ്പിക്കും, ഈ ഗുളിക കൊടുത്തിട്ട് അതൊന്ന് പരിശോധിച്ചിട്ട് എൻ്റെ അപ്പോൾ ഒരു 500, 1000, 2000 ആൾക്കാരുടെ ഇടയിൽ അത് കൊടുത്തിട്ട് അത് പരിശോധിച്ച് എൻ്റെ ഗുണം ദോഷമൊക്കെ പഠിച്ച് സർവേ ഒക്കെ നടത്തി പഠനം നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുക്കും. അപ്പോൾ അത് പറയും 1000 ആൾക്കാരിൽ പരിശോധിച്ചിട്ട് 3 ആൾക്കാർക്ക് മാത്രമേ സൈഡ് ഇഫക്റ്റ് ഉള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ല എന്ന് പറയും. അത് 1700 ആൾക്കും സൈഡ് ഇഫക്റ്റ് ഉണ്ടായാലും റിപ്പോർട്ട് വരൽ ഈ 3 ആയിരിക്കും. കാരണം എന്താ? അതിന് പൈസ കൊടുക്കുന്ന മരുന്ന് കമ്പനിയാണ്. പിന്നെ ഏൽപ്പിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ്, എന്നെ ഏൽപ്പിക്കുക ഈ മരുന്ന് പരിശോധിച്ചിട്ട് റിസൾട്ട് തരുന്നതാണ്. എനിക്ക് മാസത്തിൽ കിട്ടുന്ന 1 ലക്ഷം റുപ്യ ശമ്പളം. എനിക്കൊരു 50 ലക്ഷം റുപ്യ തന്നിട്ട് ഒരു മെഡിക്കൽ കമ്പനി അറിയാം ഇതുകൊണ്ട് ക്ലിനിക്കൽ സ്റ്റഡി നടത്തണം എന്ന് പറഞ്ഞാൽ ഞാനും വില വർപ്പിക്കാൻ പോവില്ല. ഞാൻ 4 കൊല്ലം ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കിട്ടുന്നത് തീർച്ചയായിട്ടും ആ 700 എന്നില്ലെങ്കിൽ 2 പൂജ്യം വെട്ടിയിട്ട് ബാക്കി 7 നാക്കിട്ടേ കൊടുക്കും. അത്രേ ഉള്ളൂ. ഈ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ശരിക്കും ആർക്കും കൊടുത്തിട്ടായിക്കോണമെന്നില്ല, കുറേ പേരും അഡ്രസ്സും അതിനകത്ത് ഉണ്ടാവുള്ളൂ. അതിനെപ്പറ്റി അറിയുന്നവർക്ക് അറിയാം. കംപ്ലീറ്റ്ലി അത് അടിസ്ഥാനരഹിതമായ സംഗതികളാണ് നടക്കുന്നത്. അപ്പം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ക്ലിനിക്കൽ ഗവേഷണങ്ങളൊക്കെ തീർത്തും ആ കമ്പനികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പുറത്തു വരുള്ളൂ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന പാരസെറ്റമോൾ എത്രത്തോളം ഹാംഫുൾ ആണെന്ന് അറിയാൻ ഒരു മാർഗ്ഗമില്ല. അതിൻ്റെ പാംഫ്ലെറ്റിൽ എന്താ ഉള്ളത് അതന്നെ, അത് ശരിയല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയണം. അപ്പോൾ ഇതിൻ്റെ സേഫ്റ്റി അറിയാനൊരു മാർഗ്ഗം ഇപ്പോൾ നിലവിലില്ല. സർക്കാരുകൾ ചെയ്യേണ്ട ജോലി അതിൻ്റെ സാമ്പത്തിക ഭാരം പരിഗണിച്ചുകൊണ്ട് അവർ മരുന്ന് കമ്പനികളെ ഏൽപ്പിക്കുന്നു, അവർക്ക് അനുകൂലമായ രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ സംഭവം. അതേമാതിരി അവിടെ നിന്ന് നിൽക്കുന്നതല്ല, മെഡിക്കൽ വിദ്യാഭ്യാസം, റിസർച്ച്, അതേപോലെ എല്ലായിടത്തും പിന്നെ
ഈവൻ ട്രീറ്റ്മെൻറ്റ് നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഒരു ഡോക്ടർ ചികിത്സിക്കുന്നത് കോളേജിൽ പഠിച്ച വിവരം വെച്ചിട്ടല്ല. ഒരു MBBSലും പാരസെറ്റമോളും മറ്റേതിനെ പറ്റിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നില്ല. ഫാർമക്കോളജി പറഞ്ഞ ചെറിയൊരു സബ്ജക്റ്റാണ് അവർക്ക്. ബാക്കി വിവരങ്ങൾ മുഴുവൻ കിട്ടുന്നവർക്ക് എവിടുന്നെന്നറിയാം. നിങ്ങളിപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി 10-20 ആൾക്കാർ ക്യൂ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരുത്തവണ ബാഗും പിടിച്ച് നേരം കയറുന്നതാണ്. ഞാൻ പറഞ്ഞു കൊടുക്കുക ചീട്ടിട്ട്, ഈ മരുന്ന് കുടിച്ചാൽ പനി മാറും, ഇത് കുടിച്ചാൽ തലവേദന മാറും, ഇത് മാസത്തിൽ 10,000 ചിലവാക്കി എനിക്കൊരു ഫ്രിഡ്ജ് കിട്ടും, മറ്റേ 20 ചിലവാക്കിയാൽ ഇത്ര കിട്ടും, അല്ലെങ്കിൽ തായ്ലാൻഡ് യാത്ര കിട്ടും. ഇത് പറഞ്ഞിട്ട് അപ്പോൾ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ടാർഗറ്റ് ഒപ്പിക്കുക എന്നല്ലാതെ അതിൻ്റെ ഗുണം ദോഷമൊന്നും പഠിക്കാനോ ഡോക്ടർക്ക് കഴിയില്ല. ഇനിയിപ്പോൾ ഒരു ഗുളിക നിങ്ങളെ കിട്ടി, നിങ്ങൾ ആര് വിചാരിച്ചാലും അതിൻ്റെ അതിലെ കണ്ടൻറ്റും മറ്റും കണ്ടുപിടി അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള ചികിത്സയാണ് നടക്കുന്നത്. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഗവേഷണങ്ങളാണ് നടക്കുന്നത്. ഈവൻ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ വരെ അവർക്ക് ഹോൾഡ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാക്കുന്നിടത്തും ബാക്കിയുള്ളിടത്തൊക്കെ അവർ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈ രീതിയിലാണ് കാര്യങ്ങൾ, ഇത് കംപ്ലീറ്റ് ഈ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം അറിവ് എന്ന് പറഞ്ഞ സംഗതി പ്രത്യേകിച്ചൊരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മാർത്ഥതയുള്ള, വളരെ സിൻസിയറായിട്ടുള്ള യഥാർത്ഥ അറിവ് നേടണം എന്നൊരു ഡോക്ടർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും സാധ്യമല്ലാത്തൊരവസ്ഥ ലോകത്തുള്ളത്. സിസ്റ്റം ഈസ് ലൈക്ക് ദാറ്റ്. എനിക്കറിയുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട്, വളരെ നല്ല മനുഷ്യന്മാർ, പടച്ചോൻപേട്ടിലെ ആൾക്കാരെ സൂക്കേട് മാറണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, സത്യസന്ധതയോടുകൂടി ചെയ്യുന്നവരുണ്ട്, ഹെൽപ്ലെസ്സാണ്. അപ്പം എന്തുകൊണ്ടാണ് അറിവിനെയാണ് ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നത്? അറിവുണ്ടാകാനുള്ള എല്ലാ സോഴ്സുകളും അടച്ചിരിക്കുകയാണ്. ഒരു വിവരം കറക്റ്റായിട്ട് കിട്ടില്ല നമുക്ക്. മരുന്ന് കമ്പനികളുടെ ലാഭത്തിന് വേണ്ടിയുള്ള റിസർച്ചുകൾ, മെഡിക്കൽ ജേണലുകളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ, അതതിനേക്കാണ് വലിയ തമാശ. ഞാൻ ആദ്യം പറഞ്ഞ ചീഫ് എഡിറ്റേഴ്സിൻ്റെ പുറമെ 2015 ജൂണിൽ മെഡിക്കൽ ജേണൽ ഓഫ് ഓസ്ട്രേലിയ MJ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ജേണലുണ്ട്, മെഡിക്കൽ ജേണലാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള. അതിൽ ലേഖനം വന്നിരുന്നു, സ്റ്റാറ്റിൻ മരുന്ന് കഴിക്കാത്തതുകൊണ്ട് 2,900 ആൾക്കാർ കൊല്ലത്തിൽ മരിച്ചുപോയി ഓസ്ട്രേലിയയിൽ നിന്ന്. സ്റ്റാറ്റിന് നമുക്കറിയാലോ, മിക്കവാറും എല്ലാവരും കഴിക്കുന്നുണ്ടാവും കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ട്. ഈ മരുന്ന് ഡെയിലി കഴിച്ചിരുന്നെങ്കിൽ 2,900 മരണങ്ങൾ ഒഴിവാക്കാമായിരുന്നു ഒരു കൊല്ലം എന്നുള്ളത് ചുമ്മാ പറയുന്നതല്ല, വലിയൊരു സ്റ്റഡി ആയിട്ട് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും സർവേ ഒക്കെ വെച്ചിട്ട് വായിച്ചു കഴിഞ്ഞാലും നിങ്ങളും ഞാനൊക്കെ നേരെ പോകും മെഡിക്കൽ ഷോപ്പിക്ക്, ഇനി അത് കുടിച്ചിട്ട് വേറെ കാര്യം ആയിരിക്കും. ഇതേമാതിരിയുള്ള റിപ്പോർട്ടാണ് വന്നത്. സ്റ്റഡിയാണ്, ഒരു സയൻറ്റിഫിക് സ്റ്റഡി, ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു RCT, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ, അതിൻ്റെ റിപ്പോർട്ടാണ് വന്നത് MJ. ജനങ്ങൾ പരിഭ്രാന്തരാകും. പിന്നെ എന്ത് വേണം? പിന്നെ സ്റ്റാറ്റിന് കിട്ടിയപ്പോൾ 10 mg സ്റ്റാറ്റിൻ കഴിച്ചാൽ എന്താ, എല്ലാവരും ഒരു മാസം കൊണ്ട് ഇതിൻ്റെ കച്ചവടം അങ്ങോട്ട് ബൂസ്റ്റപ്പ് ചെയ്തിട്ട് എവിടെ തമാശയോടെ വരുന്നതെന്ന് വെച്ചാൽ, ഈ ജൂണിൽ ഈ റിപ്പോർട്ട് വന്ന് ജൂലൈ അവസാനം ആയപ്പോഴേക്കിന് അവിടുത്തെ പത്രങ്ങളിൽ വേറെ റിപ്പോർട്ട് വന്നു, ചെറിയൊരു പെട്ടിക്കോളത്തിൽ MJൻ്റെ എഡിറ്റോറിയൽ ബോർഡിലെ 17 ആൾക്കാർ റിസൈൻ ചെയ്തിരിക്കുന്നു. ഈ മെഡിക്കൽ ജേണലിൻ്റെ പത്രാധിപ സമിതിയിലുള്ള 17 ആൾക്കാർ റിസൈൻ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ചീഫ് എഡിറ്റർ ഒരു സ്റ്റാറ്റിൻ കമ്പനിയിൽ നിന്ന് $1,00,000 കൈക്കൂലി വാങ്ങി. അതിൻ്റെ സംഗതികളൊക്കെ പുറത്ത് വന്നപ്പോൾ ഈ എഡിറ്റോറിയൽ ബോർഡിലെ ആൾക്കാർക്ക് അവരുടെ എത്തിക്സിൻ്റെ ഭാഗമായിട്ടാണോ അതോ അതിൻ്റെ ഓരി കിട്ടാനായിട്ടാണോ എന്താണെന്നല്ല, അവർ റിസൈൻ ചെയ്തപ്പോഴാണ് നാട്ടുകാർ വിവരം അറിയണത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെഡിക്കൽ ജേണൽ എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധ പശുവാണ്. അതിനകത്ത് സംഗതി വന്നാൽ പിന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതാണിപ്പോൾ പറയുന്നത്. പല സ്റ്റഡികളിപ്പം LCHFന് ഇതിലൊക്കെ കണ്ടമാനം വരുന്നുണ്ട്, ഇന്ന ജേണലിൽ ഒന്ന്, ലാൻസെറ്റിൽ ഒന്ന്, മറ്റേലൊന്നും. ഈ സ്റ്റഡീൻ്റെയൊക്കെ അടിസ്ഥാനം ഇതാണ്. ഇത്തരം പെയ്ഡ് ലേഖനങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇൻഡസ്ട്രി ബയസ്ഡാണ്. ആൾ സ്റ്റഡീസ് ആർ ബയസ്ഡ്. ഈ ബയസ്ഡായിട്ടുള്ള ഈ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള പഠനങ്ങളും റിപ്പോർട്ടുകളും വെച്ചിട്ടാണ് നമ്മൾ സത്യതാണെന്ന് തോന്നിയിട്ട് നമ്മൾ അംഗീകരിക്കുന്നത്, നമ്മളല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അടിസ്ഥാന സംഗതികളിൽ തന്നെ കൈകടത്തലുകൾ വന്നിട്ടുണ്ട്. ഒരു ഡോക്ടർക്ക് കിട്ടേണ്ട അടിസ്ഥാന വിവരങ്ങൾ അവൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ കിട്ടുന്ന ബാക്കി 50% വിവരം കിട്ടുന്നത് ഈ ജേണലുകളാണ്. ഈ ജേണലുകളുടെ സ്ഥിതി ഇതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എവിടുന്നാണ് പിന്നെ അത് കിട്ടുക? ഡോക്ടറുടെ കാര്യം വരെ അങ്ങനെയാണ്, രോഗികളുടെ കാര്യം പിന്നെ പറയണോ? നമുക്കിതുപോലും ജേണലുകൾ പോലും നമുക്കൊന്നും പ്രാപ്യമല്ല. പിന്നെ എവിടുന്നാണ്? പ്രാപ്യമായിട്ടും കാര്യമില്ല, വേറെ കാര്യം. എന്താ പിന്നെ വിവരം ഉണ്ടാക്കാൻ ചെയ്യുക? അവിടെ പ്രശ്നം. അതിൽ ഒന്നാമത്തെ നമ്പർ 1 മിസ്ഇൻഫോർമേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് ഇത്രയും കാലമായിട്ട് കിട്ടിയിട്ടുള്ള ഡയറ്ററി ഗൈഡ് ലൈൻ എന്താണ്? ആദ്യമായിട്ടുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ
തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിവരമാണത്. അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വിവരക്കേടാണത്. ഡയറ്റ് ഹാർട്ട് ഡിസീസ് എന്ന് പറയും. ഡോക്ടർ ആൻസൽ കീസിന് ബയോകെമിസ്റ്റ് ഉണ്ടായിരുന്നു, ഡോക്ടറല്ല ബയോകെമിസ്റ്റാണ്. മൂപ്പര് ഒരു സിദ്ധാന്തമാണ്, അതായത് കൊഴുപ്പ് കൂടുതൽ കഴിച്ചാൽ, ഫാറ്റ് കൂടുതൽ കഴിച്ചാൽ രക്തത്തിലെ കൊളസ്ട്രോൾ കൂടും, രക്തത്തിലെ കൊളസ്ട്രോൾ കൂടിയാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. ഇതിൻ്റെ ചുരുക്കതാണ്. നമ്മൾ ഏത് ഡോക്ടറെ അടുത്ത് പോയാലും ഏത് കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാലും ആരും നമ്മളോട് പറയുന്നത് എന്താ, നിങ്ങൾ കൊഴുപ്പ് കഴിക്കരുത്, റെഡ് മീറ്റ് കഴിക്കരുത്, പിന്നെ മുട്ട കഴിക്കരുത്, ബട്ടർ കഴിക്കരുത്, നെയ്യ് കഴിക്കരുത്, വെളിച്ചെണ്ണ കഴിക്കരുത്. ചുരുക്കത്തിൽ ലോകത്ത് നല്ലൊരു സാധനങ്ങൾ കഴിക്കാൻ പാടില്ല. എന്നാലോ കഴിച്ചു കഴിഞ്ഞാൽ എന്താ, രക്തത്തിൽ കൊളസ്ട്രോൾ കൂടും. അതെന്താ കൊളസ്ട്രോൾ കൂടിയാൽ? രക്തത്തിൽ കൊളസ്ട്രോൾ കൂടാൻ പറ്റില്ല, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. ഈ രണ്ട് സംഗതിയും തെറ്റാണ്. അതാണ് നമ്മൾ കൊഴുപ്പ് കഴിച്ചുകൊണ്ട് രക്തത്തിൽ കൊളസ്ട്രോൾ കൂടില്ല, രക്തത്തിൽ കൊളസ്ട്രോൾ കൂടിയോണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല. ഈ രണ്ടും അടിസ്ഥാനപരമായിട്ട് തെറ്റാണ്. ഒരു സ്റ്റഡീസിന് ഇക്കാലം വരെയായിട്ട് തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മേജർ സ്റ്റഡീസ് 5000, 10000, 20000 ആൾക്കാരൊക്കെ വെച്ചിട്ട് നടന്ന 21ഓളം RCTകൾ ലോകത്ത് നടന്നു കഴിഞ്ഞത് ആൾറെഡി ഈ ഫീൽഡിൽ. നിങ്ങളുടെ ഡയറ്ററി കൊളസ്ട്രോൾ നിങ്ങളുടെ സീറം കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നുണ്ടോ, സീറം കൊളസ്ട്രോൾ കാരണം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നുണ്ടോ, ഈ സംഗതികൾ ഡയറ്റ് ഹാർട്ട് ഡിസീസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബില്യൺ കണക്കിന് ഡോളേഴ്സ് ലോകത്ത് ചിലവാക്കപ്പെട്ടിട്ട് ഇന്നേ ഒരു സ്റ്റഡിയിലും ഇത് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ. ഒരുപാട് സ്റ്റഡികൾ നടന്നിട്ടുണ്ട്. ഏതായാലും അതേമാതിരി ആൻസൽ കീസിൻ്റെ ഇത്തരം ഈ തലതിരിഞ്ഞ ഓരോ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലോകത്ത് ഈ ഡയറ്ററി ഗൈഡ് ലൈൻ വന്നിട്ടുള്ളത്. അമേരിക്ക 1977 ആദ്യമായിട്ട് ലോകത്ത് ഇങ്ങനെ സംഭവം വരുന്നത്. ഡയറ്ററി ഗൈഡ് ലൈൻ, ഭക്ഷണം സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ തീരുമാനം. രാഷ്ട്രീയക്കാരൻ പറയാണ് കൊഴുപ്പ് വെച്ച് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, പൊണ്ണത്തടി ഉണ്ടാവും. പിന്നെ അത് തന്നെ ലോകത്തിൻ്റെ നിയമം. പിന്നെ ലോകത്തിലെ എല്ലാ മെഡിക്കൽ ഗ്രന്ഥങ്ങളിലും ടെക്സ്റ്റ് ബുക്കുകളിലും മാഗസിനുകളിലും ഇതൊക്കെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതിൻ്റെ അടിസ്ഥാനം ഇയാളുടെ പൊട്ടത്തരാണ്. അയാളൊരു സ്റ്റഡി നടത്തിയിരുന്നു, 7 കൺട്രി സ്റ്റഡി. ആൻസൽ കീസിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏത് മെഡിക്കൽ ഗ്രന്ഥം എടുത്ത് നോക്കിയാൽ ഏത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലും കാണാൻ പറ്റും. 7 കൺട്രി സ്റ്റഡി. ഒരു സ്റ്റഡി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു ഗവേഷണം. അപ്പോൾ അയാൾ 22 രാഷ്ട്രങ്ങളിൽ പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് അവിടുത്തെ ജനങ്ങളുടെ കൊഴുപ്പിൻ്റെ ഇൻടേക്കും അവിടെ നടക്കുന്ന ഹാർട്ട് അറ്റാക്കിൻ്റെ എണ്ണം തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട്, അപ്പോൾ ഈ 7 രാഷ്ട്രങ്ങളിൽ കൂടുതൽ കൊഴുപ്പ് കഴിക്കുന്ന രാഷ്ട്രങ്ങളിൽ കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതായിട്ട് അയാൾക്ക് കാണാൻ പറ്റി. കുറച്ച് കഴിക്കുന്നവരടിയിൽ കുറച്ച് ഉണ്ടാകും. അപ്പോൾ അയാൾ ഉദ്ദേശിച്ച സംഗതി നടന്നു. കൂടുതൽ കൊഴുപ്പ് കഴിച്ചാൽ കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. അതാണ് മൂപ്പര് സിദ്ധാന്തം. അതാണ് പ്രശ്നം. എവിടെയെന്ന് വെച്ചാൽ ബാക്കി 15 രാജ്യങ്ങളിൽ കൂടുതൽ കൊഴുപ്പ് കഴിക്കുന്നതിനനുസരിച്ച് ഹാർട്ട് അറ്റാക്കിൻ്റെ റേറ്റ് കുറഞ്ഞു വരികയാണ്. നേരെ തിരിച്ച് വേണില്ല, മുകളിൽ കിടക്കുന്നത് അയാൾക്ക് അനുകൂല റിപ്പോർട്ടാണ്, താഴെ 2 അയാൾക്ക് എതിരുമാണ്. അത് അയാളാണ്ട് ഒഴിവാക്കി. അതാണ് ചെറി പിക്കിംഗ് എന്ന് പറഞ്ഞത്. നമ്മൾ ചെറി പറിക്കുമ്പോൾ പഴുത്ത് മാത്രം ഇങ്ങനെ പറിച്ചെടുക്കും, നമുക്ക് ആവശ്യമുള്ളത് മാത്രം. അതിനൊരിക്കലും ഒരു സ്റ്റഡി എന്ന് പറയില്ല. അത് നമുക്ക് ആവശ്യമായ രീതിയിൽ ഡാറ്റകളെ മിസ്യൂസ് ചെയ്യുന്ന രീതിയാണ്. അതേമാതിരി ആ സ്റ്റഡിക്കുള്ള വേറെ ഏറ്റവും വലിയൊരു കുഴപ്പം, അത് വെറും കോറിലേറ്റീവാണ്. ഇനി 7 രാജ്യങ്ങൾ മാത്രം എടുത്തിട്ടാണ് സ്റ്റഡി നടത്തിയിട്ട് ഈ റിപ്പോർട്ട് കിട്ടുന്നെങ്കിൽ പോലും അത് കോറിലേറ്റീവ് എന്ന് പറഞ്ഞാൽ തമ്മിലൊരു റിലേഷൻ മാത്രമേ പറയുന്നുള്ളൂ, ഒരു കാരണമല്ല അത്. കാരണം ഈ കൊഴുപ്പ് കഴിക്കുന്ന ആൾക്കാർ അതിൻ്റെ കൂടെ കാർബോഹൈഡ്രേറ്റ് കഴിച്ചിരുന്നോ പ്രോട്ടീൻ കഴിച്ചിരുന്നോ എന്നുള്ളത് അയാൾ കൗണ്ട് ചെയ്യുന്നില്ല. അയാൾ കൊഴുപ്പിൻ്റെ കാര്യം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതെന്ന് അതിന് വ്യക്തമല്ല. അതിൻ്റെ കാരണം, അത് കോസേഷൻ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ തരം. അപ്പോൾ ഈ ഒരു തെറ്റായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇതുണ്ടായത്, ഡയറ്ററി ഗൈഡ് ലൈൻ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കാര്യം. അതേ സമയത്ത് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് കഴിക്കുന്ന ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് എസ്കിമോകളുമായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഹാർട്ട് അറ്റാക്ക് ഇല്ല, പ്രമേയമില്ല, സ്ട്രോക്ക് ഇല്ല, ഒരു കുഴപ്പമില്ല. അവർക്കാണെങ്കിൽ 80, 90, 100 വയസ്സ് വരെയാണ് ശരാശരി ആയുസ് വരുന്നത്. കഴിഞ്ഞ 40 തലമുറകളായിട്ട് അവർ കൊഴുപ്പ് മാത്രമേ കഴിക്കുന്നുള്ളൂ, വേറെ ഒന്നും കിട്ടാനില്ല അവിടെ. എസ്കിമോളെ കാര്യം ഞങ്ങൾക്ക് അറിയില്ല, കംപ്ലീറ്റ് ഐസാണ്. ഈ ഒരു റെയിൻഡിയർ പറഞ്ഞൊരു മാനുണ്ട്, അതിൻ്റെ ഇറച്ചിയൊന്നും, പിന്നെ സീൽ പറഞ്ഞൊരു മത്സ്യമുണ്ട്, ഐസൊക്കെ പൊട്ടിച്ചാണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിക്കുന്നതിനാണ്. ഇതാണ് ഇവരെ ഭക്ഷണം, വേറെ ഒന്നും കിട്ടില്ല അവിടെ. എന്നിട്ട് അവർക്കൊരു അസുഖമില്ല. അതേമാതിരി ഒരുപാട് ജനതകളുണ്ട്. മാസായി പറഞ്ഞാൽ ആഫ്രിക്കയിലെ ആൾക്കാരാണ്, റെൻഡയിൽ, ടോക്കയിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കൊന്നും ഒരു അസുഖമില്ല. നമ്മളൊക്കെയാണ് പെർഫെക്റ്റാണ്, നല്ല ആരോഗ്യവന്മാരാണ്, നല്ല ആയുസ്സുണ്ട് അവർക്ക്, ഒരു രോഗമില്ല. അവർ കഴിക്കുന്നതോ കൊഴുപ്പാണ്. അപ്പോൾ കൊഴുപ്പ് കഴിച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാണെങ്കിൽ ഇവരൊക്കെയാണ് ആദ്യം മരിച്ചുകൊണ്ടേ. അവരാരും മരിക്കല്ലാണ്, അവർ
നല്ല ആരോഗ്യത്തിൽ ജീവിക്കുക. അപ്പോൾ ഈ പറയുന്ന ആൻസൽ കീസിൻ്റെ സിദ്ധാന്തവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അമേരിക്കൻ സെനറ്റ് ഉണ്ടാക്കിയ ഡയറ്ററി ഗൈഡ് ലൈനൊക്കെ യഥാർത്ഥത്തിൽ മിസ്ഇൻഫോർമേഷൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പോൾ ഇത് കുറേ ഡീറ്റെയിൽസൊക്കെ ഞാൻ പോകുന്നില്ല, ആരും സംശയം ഉണ്ടെങ്കിൽ മാത്രം പറയാം. ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ കൊഴുപ്പ് കഴിച്ചാലും കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലും അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് അത് വേണ്ട രീതിക്ക് മാറ്റം വരുത്താനില്ല. അതായത് കൊഴുപ്പ് കഴിച്ചാൽ അതിന് ഗ്ലൂക്കോസ് ഉണ്ടാക്കാനും ഗ്ലൂക്കോസ് കഴിച്ചാൽ അതിന് കൊഴുപ്പ് ഉണ്ടാക്കാനൊക്കെ ഉള്ളൊരു സെറ്റിങ്സ് ആൾറെഡി അവിടെ ഉണ്ട്. എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മൾ ജീവിച്ചു പോകും. കൊഴുപ്പ് മാത്രം കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് ജീവിച്ചു പോകും, കാർബോഹൈഡ്രേറ്റ് മാത്രം ഉള്ളെങ്കിൽ ജീവിച്ചു പോകും. അപ്പോഴും നമ്മളുടെ ആവശ്യങ്ങളൊക്കെ നടക്കും, നമ്മൾ ഊർജ്ജത്തിൻ്റെ ആവശ്യങ്ങൾ നടക്കും, ഗ്രോത്തിൻ്റെ ഡെപ്പോസിറ്ററിന് അതാണല്ലോ ഗ്രോത്ത്, നമ്മളെ വളർച്ചനെ അതിൻ്റെ ആവശ്യത്തിന് ഈ ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കാൻ കഴിയും ശരീരത്തിന്, ഈ കൊഴുപ്പിന് ഗ്ലൂക്കോസ് ആക്കാനും കഴിയും. ഇതൊക്കെ അതിനകത്ത് നടക്കുന്ന ഈ കാറ്റബോളിസം ആനബോളിസം എന്നൊക്കെ പറഞ്ഞാലും ബയോകെമിസ്ട്രിൻ്റെ ബേസിക്സാണ്. അപ്പോൾ ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്, വേണമെങ്കിൽ ആർക്കും പഠിക്കും. പക്ഷേ ഇപ്പോൾ ഡോക്ടർമാർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ഈ ഭാഗങ്ങളൊന്നും ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ്. അവർക്ക് നാളെ കസാലയുടെ മേശയിട്ട് കുത്തുന്നുണ്ട് ഷീട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ അടിസ്ഥാന സംഗതികൾ മെഡിസിനെ കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ സർജറിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ, അല്ലാതെ ബയോകെമിസ്ട്രി അടിച്ചിട്ട് എവിടുന്ന് പൈസ ഇട്ടാണ്. അപ്പോൾ ആ ഭാഗം ഒരു ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോഴാണ് പലപ്പോഴും രണ്ടാമത് ബുക്ക് എടുത്ത് നോക്കുക വരും. ഇതൊക്കെ ആൾറെഡി അതിനകത്തുള്ളതാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും പുറത്തുനിന്നില്ല, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പോകാതെ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ്, ഗ്ലൂക്കോസ് കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ഊർജ്ജാവശ്യത്തിന് ഉപയോഗിച്ച് ബാക്കിയുള്ളത് കരളിൽ ഗ്ലൈക്കോജനായി ഡെപ്പോസിറ്റായി പോകും, കരളിലേക്കാണ് പോവുക. അത് ഇൻസുലിനാണ് ആ പ്രോസസ്സ് ചെയ്യുന്നത്. ഗ്ലൈക്കോജൻ ഓവറായിട്ട് കരളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലമില്ലാതെ ആകുമ്പോൾ അതിനെ കുറേ കൂടി കോമ്പാക്റ്റഡ് ആയ രീതിയിൽ ഫാറ്റാക്കി മാറ്റും ശരീരത്തിൽ. അതാണ് ഡിനോവോ ലിപ്പോജിനിസ്. ഈ കരളിൽ കൊഴുപ്പ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ, ഓവറായി കഴിഞ്ഞാൽ പിന്നെ ഈ എക്സസ് വരുന്ന ഗ്ലൂക്കോസിനെ, രക്തത്തിലധികം വരുന്ന ഗ്ലൂക്കോസിനെ കരളിലേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രമേയം ഉണ്ടാകണം. അപ്പോൾ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കി ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കൂടുതൽ ഇൻസുലിൻ, പാങ്ക്രിയാസ് എന്നാണ് ഇൻസുലിൻ, കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കിക്കൊണ്ട് ഈ എക്സസ് വരുന്ന ഗ്ലൂക്കോസിനെ പിന്നെ കരളിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ കരളിൽ കൊഴുപ്പ് എന്ന് പറയും, രക്തത്തിലെ ഗ്ലൂക്കോസ് ഒന്ന് കുറയും. അടുത്ത പ്രാവശ്യം ഗ്ലൂക്കോസ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ വീണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ വരും. ഇങ്ങനെ ഒരു സൈക്ലിക്കായിട്ടുള്ള ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ പ്രമേഹവും ബാക്കിയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഓവറായിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പം കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിച്ച് കഴിഞ്ഞാൽ കരളിൽ കൊഴുപ്പ് നിറയും, കരളിൽ കൊഴുപ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും ശരീരം. കൂടുതൽ ഇൻസുലിൻ്റെ അളവിൽ കൂടുതൽ ഇൻസുലിൻ രക്തത്തിൽ വന്നു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ കൂട്ടും, നീർക്കെട്ട് കൂടും. ഈ ഇൻഫ്ലമേഷനാണ് നമ്മുടെ രക്തക്കോലിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്, ഹാർട്ട് അറ്റാക്ക്, കിഡ്നി ഡാമേജ്, സ്ട്രോക്ക് ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഞാനൊരു ജസ്റ്റ് എന്തോ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഇരിക്കുന്നതിൽ എനിക്കറിയാം ഒരു എബോവ് 80% ആൾക്കാർ എൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട ആൾക്കാരായിരിക്കുന്നില്ലാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് എല്ലാവരും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ വളരെ ബോണോട്ടണസ് ആകുമ്പോൾ മടുപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നമ്മളൊരു ഇൻട്രാക്റ്റീവായിട്ട് ചോദ്യം ഉത്തരവുമ്പോൾ ഒന്നും കൂടി സജീവമാണ്. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ ഞാൻ ജസ്റ്റ് അങ്ങ് പാസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ചുരുക്കം അതാണ്. ഇതേമാതിരി ലിവറിൻ്റെ പുറത്തും കുടലിലൊക്കെ കൊഴുപ്പ് നിറയുന്ന ഒരവസ്ഥ, അതാണ് ഈ വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വയറിൻ്റെ അകത്തുള്ള ഫാറ്റ്. വേറെ ടൈപ്പ് ഫാറ്റ് ഉണ്ട്, തൊലിക്കടിയിലുണ്ട്, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയും, ബാറ്റ് എന്നൊക്കെ, വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസ്, അതേമാതിരി ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂസ്. അതിൻ്റെ ഫംഗ്ഷൻ വേറെയാണ്. അവിടെ ഫാറ്റ് വന്ന് വിചാരിച്ചിട്ട് വേറെ ഇഷ്യൂസ് ഒന്നും വരാനില്ല. നമ്മൾ തെർമൽ റെഗുലേഷന്മാരിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കുക. അത് നമ്മൾ ഫാറ്റ് കഴിക്കുമ്പോഴാണ് ഉണ്ടാകുക. അതേസമയത്ത് വയറ്റിനകത്തുള്ള കൊഴുപ്പ് നിറയാൻ കാരണം കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിനനുസരിച്ച് ഈ ഡിനോവോ ലിപ്പോജിനിസിൽ കൂടെ വിസറൽ ഫാറ്റ് കൂടും, കുടവയർ കൂടും. കൊഴുപ്പ് എത്ര കഴിച്ചാലും വയറിൽ കൊഴുപ്പ് വരില്ല, ശരീരത്തിൽ മറ്റു ഭാഗങ്ങൾ വരും, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കുറച്ചെങ്കിൽ കുടവയറും ബാക്കിയുള്ളതൊക്കെ പോകുന്നുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡയബറ്റീസുമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുന്നത്. എക്സസ് ആയിട്ട് ഗ്ലൂക്കോസ് വരുമ്പം കരളിൽ ഫാറ്റ് നിറയുന്നതിനനുസരിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നു, അതിനെ കവർ ചെയ്യാൻ വീണ്ടും ഇൻസുലിൻ കൂട്ടുന്നു. ഈ ഒരു പ്രോസസ്സ് കടന്ന് കുറേ സ്റ്റേജിലെത്തുമ്പോൾ കരളിൽ ഓവറായിട്ട് നിറഞ്ഞാൽ കൊള്ളാതെ ആകുമ്പോൾ പിന്നെ അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ അത് ട്രാൻസ്പോർട്ട് ചെയ്ത് പോകും. ട്രൈഗ്ലിസറൈഡായിട്ട് രക്തത്തിലെ ട്രൈഗ്ലിസറൈഡ് കൂടും. അതോടൊപ്പം പാങ്ക്രിയാസുമായിട്ടുള്ള അവയവങ്ങളിലൊക്കെ കൊഴുപ്പ് നിറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ 10-25 കൊല്ലം ഡയബറ്റിക് ആയ ഒരാൾക്ക് പിന്നെ ഇൻസുലിൻ ആവശ്യത്തിന് കിട്ടാത്തൊരവസ്ഥ വരും, ബീറ്റാ സെൽ ഡിസ്ഫങ്ഷൻ. അപ്പോൾ പിന്നെ മേൽച്ചിലൊക്കെ തുടങ്ങും. മരുന്ന് കുടിക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല, പിന്നെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് പോകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡയബറ്റീസിൻ്റെ ഒരു ചെറിയ ചിത്രം. അപ്പം ചുരുക്കത്തിൽ നമ്മൾ ഈ കരളിൽ ഫാറ്റ് നിറഞ്ഞ് തുടങ്ങി
ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങി ഒരു 15 കൊല്ലമൊക്കെ കഴിയണം രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടാൻ തുടങ്ങും. പക്ഷേ അപ്പോഴേക്കിന് ഇൻസുലിൻ്റെ അളവ് ഒരുപാട് കൂടിയിട്ടുണ്ടാവും. നോർമൽ ഉള്ളതിൻ്റെ 10-15 ഇരട്ടി ഇൻസുലിൻ ബ്ലഡിൽ വന്നിട്ടുണ്ടാവും. അപ്പം പ്രമേയക്കാരനായി അറിയപ്പെടുന്നതിൻ്റെ ഒരു 15 കൊല്ലം മുമ്പ് പ്രമേയ രോഗം നമ്മളെ ശരീരത്തിൽ തുടങ്ങിയിട്ടുണ്ടാവും. അതിനാണ് പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത്. പ്രമേയം നമ്മൾ അറിയണമെങ്കിൽ അതിൻ്റെ പുറത്തേക്കുള്ള ലക്ഷണങ്ങൾ തന്നെ പറഞ്ഞാൽ ദാഹം, മൂത്രമൊഴിക്കൽ, ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ അത് ശ്രദ്ധിക്കുള്ളൂ. അതുവരെ നമ്മൾ അറിയില്ല ഇത് സംഭവം. കുറച്ച് കുടവയറൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒരു വലിയ ആഢ്യത്വത്തിൻ്റെ ലക്ഷണമായിട്ട് നമ്മൾ കൊണ്ടു നടക്കും. അത് രോഗമാണെന്നൊന്നുമില്ല, നമ്മൾ മനസ്സിലാക്കില്ല. യഥാർത്ഥത്തിൽ പ്രമേയം തുടങ്ങുന്ന അവിടെയാണ്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രമേയം രാത്രി 2 മണിക്കോ 3 മണിക്കോ എണീറ്റിന് മൂത്രമൊഴിക്കാൻ ഒരു ബുദ്ധിമുട്ടാണല്ലോ, ഉറക്കമൊക്കെ പറയും. 3-4 ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴാണ് നമ്മളത് ഇഷ്യൂ ആയിട്ട് എടുക്കുക. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും രക്തം പരിശോധിക്കുമ്പോൾ 200ൻ്റെ പുറമെ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ഉണ്ടെന്ന് അറിയുമ്പോഴാണ് പ്രമേയ രോഗി. അല്ല എനിക്കും തുടങ്ങിയോ. അതുവരെ നമ്മൾ അറിയില്ലേ സംഭവം. 15 കൊല്ലം മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലഡ് പരിശോധിക്കുകയാണ് 15 കൊല്ലം മുമ്പ് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇൻസുലിൻ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ലെവലിലാണ് കൂടുതൽ ഇൻസുലിൻ ബ്ലഡിലുണ്ടെങ്കിൽ പ്രമേയം തുടങ്ങിയതിൻ്റെ അർത്ഥം. ബ്ലഡ് ഗ്ലൂക്കോസ് കൂടണമെങ്കിൽ പിന്നെയും 15 കൊല്ലം കഴിയണം. പിന്നെ നമുക്ക് പിടുത്തം കിട്ടാത്ത അത്ര പ്രശ്നങ്ങളൊക്കെ ഗൗരവമായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു 30 വയസ്സായാലും നിങ്ങൾക്ക് ഈ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റ് ചെയ്താൽ ഒരു 10 കൊല്ലം കൊണ്ട് പ്രമേയം വരാൻ സാധ്യതയുണ്ടെന്ന് അറിയാൻ പറ്റും. നോർമൽ ലെവലിൽ ഇൻസുലിൻ ഫാസ്റ്റിംഗ് സ്റ്റേജിൽ 2 മുതൽ 7 വരെ മൈക്രോ യൂണിറ്റ് ഉണ്ടാകാൻ പാടുള്ളൂ. അതാണ് ആരോഗ്യമുള്ള ലെവൽ. പിന്നെ അത് കൂടി 15, 20, 30, 40 ആവും ആൾക്കാർക്ക്. അപ്പോഴും എൻ്റെ ബ്ലഡ് ഷുഗർ, രക്തത്തിലെ പഞ്ചസാര കൂടിയിട്ടുണ്ടാവില്ല. അതൊരു 100-ൻ്റെ 110ൻ്റെയൊക്കെ റേഞ്ചിലായിരിക്കും. അപ്പോൾ നമ്മൾക്കാരും പ്രമേയമല്ല എന്നുള്ള ധാരണയിലായിരിക്കും നമ്മൾ പലരും ജീവിക്കുന്നത്. പക്ഷേ പ്രമേയം തുടങ്ങിയിട്ടുണ്ടാവും. ഇൻസുലിൻ നോക്കിയെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രമേയം 150, 200 മൂത്രമൊഴിക്കൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും. ഡോക്ടർ മരുന്ന് എഴുതി തരും. ഡോക്ടർ മരുന്ന് എഴുതി തന്ന് നമ്മൾ മരുന്ന് കുടിക്കും. മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബ്ലഡ് ഷുഗർ ഒന്ന് താവും. ഡോക്ടർ മരുന്ന് എന്താ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് വെച്ചാൽ സ്വന്തമായിട്ട് ഇൻസുലിൻ ഉണ്ടാക്കിയിട്ട് 30-40 മൈക്രോ യൂണിറ്റ് ഇൻസുലിൻ, അതായത് നോർമലിനാണ് 5-8 ഇരട്ടി ഇൻസുലിൻ ബ്ലഡിലുണ്ടായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്ര ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടുന്ന അവസ്ഥയിൽ പിന്നെ ഗുളിക കുടിക്കുമ്പം കൂടുതൽ ഇൻസുലിൻ ഉണ്ടാവും. ആദ്യമുള്ളതിനാണ് കൂടുതൽ. അത് വീണ്ടും കരളിൽ കൊണ്ടുപോയി ഗ്ലൂക്കോസിനെ. തൽക്കാലം ബ്ലഡ് ഷുഗർ ഒന്ന് കുറയും. സന്തോഷമാവും നമുക്ക്. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം 2 മാസം ഉണ്ടാവും സന്തോഷം. പിന്നെയും കൂടാൻ തുടങ്ങും സാധനം. അപ്പോൾ അടുത്ത സ്ട്രോങ് മരുന്ന് എഴുതി, പിന്നെ 2ാമത്തെ മരുന്ന് എഴുതി, 4ാമത്തെ മരുന്ന് എഴുതി, 5 എഴുതുമ്പോൾ ഡോക്ടർ ഇനിയിപ്പം ഗുളിക ഇങ്ങനെ കുടിക്കണ്ട, നമുക്കൊരു പണിയാ, ഇത് തുടങ്ങാം, ഇൻസുലിൻ തുടങ്ങും. പിന്നെ ഇൻസുലിൻ 10 യൂണിറ്റ് തുടങ്ങി, 20, 30, അങ്ങനെ 100-200 യൂണിറ്റായി 300 യൂണിറ്റൊക്കെ ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർ നമ്മളെ അടിയിൽ തന്നെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എത്ര മരുന്ന് കുടിച്ചാലും ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഗ്ലൂക്കോസ് പിന്നെയും കൂടാൻ തുടങ്ങും ബ്ലഡിൽ. പിന്നെ മരുന്ന് എത്ര കുടിച്ചാലും ഗ്ലൂക്കോസ് അവിടെ തന്നെ ഉണ്ടാവും. ഇൻസുലിൻ്റെ അളവ് ഇങ്ങനെ കൂടുന്നത് ഒരേ അളവിൽ ഗ്ലൂക്കോസ് നിർത്താൻ വേണ്ടിയിട്ടാണ് മരുന്നിൻ്റെ എണ്ണം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക, അളവ് കൂട്ടിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ഈ രോഗം ഇങ്ങനെ കൂടുതൽ സീരിയസ് ആയി കൊണ്ടിരിക്കുക. ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ രോഗം ഒരിക്കലും നിങ്ങൾ വിട്ടുപോയില്ല. ഡോക്ടർ പറയും ഡയബറ്റീസ് ഈസ് എ ക്രോണിക് ആൻഡ് പ്രോഗ്രസീവ് ഡിസീസ്. അവസാനിച്ച് എന്നെ ചോദ്യം ചെയ്യാനൊന്നും പറഞ്ഞ് പോയിട്ട് കാര്യമല്ല. അപ്പോൾ അതാണ് അതിൻ്റെ സംഗതി. അപ്പോൾ എന്താ കാരണം വെച്ചാൽ നമ്മൾ ഒരു രോഗാണു മൂലമുണ്ടായ രോഗമാണെങ്കിൽ ആ രോഗാണുവിനെ കൊല്ലുന്നൊരു മരുന്ന് കുടിച്ചാൽ ആ രോഗത്തിന് സ്വാഭാവികമായിട്ടും ശമനം ഉണ്ടാവും. ഒരു മരുന്ന് കുടിച്ചാൽ മാറാത്ത രോഗാണു മറ്റങ്ങനത്തെ വൈറസും ബാക്ടീരിയൊന്നും കൊണ്ടുണ്ടാകാത്തൊരു രോഗത്തിന് മരുന്ന് കുടിച്ചിട്ട് എന്താ കാര്യം? അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അത് പരിഹരിക്കാതെ കുറേ ഗുളികനെ കുടിച്ചിട്ട് അത് അറിയണമെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് ഈ അലോപ്പതിൻ്റെ ചരിത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാൻ. നമ്മളിന്ന് ഈ പറയുന്ന വലിയ മൾട്ടിനാഷണൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വലിയ ഡിഗ്രി MD DM എന്നൊക്കെ പറഞ്ഞ് ഇതിനൊരു വേറെ ചരിത്രമുണ്ട് അലോപ്പതിക്ക്. അലോപ്പതിയുടെ പേര് വരുന്നപ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല ഡോക്ടർമാർക്ക്. എവിഡൻസ് ബേസ്ഡ് മെഡിസിനാണ് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷമുള്ളൂ. ജോർജ് വാഷിങ്ടനെ പറ്റി കേട്ടിട്ടുണ്ടോ? നമ്മൾ അമേരിക്കൻ്റെ രാഷ്ട്രപിതാവ് നമ്മളെ മഹാത്മാഗാന്ധിയൊക്കെ മാതിരി. ജോർജ് വാഷിങ്ടൺ മരിച്ചത് എങ്ങനെയാണ് ഓർമ്മ ഉണ്ടോ? ചരിത്രം പഠിച്ചണോ? മൂപ്പര് അന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള അന്നത്തെ അലോപ്പതിൻ്റെ ഏറ്റവും വികസിത രൂപമായ ചികിത്സക്ക് വിധേയനായിട്ടാണ് മരിച്ചത്. അന്നത്തെ ചികിത്സ എന്തായിരുന്നു? അട്ട ലീച്ചസ്, അതിനെക്കൊണ്ട് ഇങ്ങനെ കടുപ്പിക്കല, ചോര ഇങ്ങനെ വലിച്ചെടുത്ത്. അതിന് ജോർജ് വാഷിങ്ടൻ്റെ മേലും മൊഴി അട്ടനെ കൊണ്ട് കടുപ്പിച്ച് ഇയാൾ മരിച്ചുപോയി. അന്നത്തെ ചികിത്സ അതാണ്, ലീച്ചസ് ആയിരുന്നു. അന്നത്തെ ഡോക്ടർമാരെ വിളിച്ചിരുന്ന ഓമന പേര് തന്നെ ലീച്ചസ് ആണ്. അട്ടകൾ വേറെ പണി വന്നിട്ട് ചോര ഊറ്റുന്ന പരിപാടിയാണ്. അപ്പോൾ ഡോക്ടറെ കയ്യിൽ ഇഞ്ചക്ഷനും ഗുളിക എല്ലാം ഉണ്ടാകുക, ഒരു കുപ്പിയിൽ കുറേ അട്ടോളം ഉണ്ടാകുക. ഇതായിട്ടാണ് ചെയ്തത്. അന്നത്തെ അലോപ്പതി അതാണ്. അത് കഴിഞ്ഞിട്ട് വേറെ ചികിത്സാ രീതി തന്നെയാണ് മമ്മി ചികിത്സ.
ഞാൻ ആരും കുറ്റം പറയണം, അത് പരിഹസിക്കാനൊന്നുമല്ല, അതിൻ്റെ ഡെവലപ്മെൻറ്റ് പറയണം. മമ്മി എന്ന സാധനം നമുക്ക് അറിയില്ല, ഈജിപ്ഷ്യൻ മമ്മികൾ, ഈ പിരമിഡിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന പണ്ടത്തെ ഫറോമാരൊക്കെ മയ്യത്ത് ശവങ്ങൾ. അപ്പോൾ അതിങ്ങനെ എംബാം ചെയ്ത് അന്നത്തെ കുറേ കെമിക്കൽസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഒരു എത്ര 5000 കൊല്ലം പഴക്കമുണ്ടായിട്ടും ശവശരീരങ്ങൾക്ക് ഇപ്പോഴും വലിയ കേടില്ലാതെ നിൽക്കുന്നുണ്ട് എംബാമിങ് കാരണം. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകളാണ് അന്ന് ഉപയോഗിച്ചിരുന്നത് ഈ ഡെഡ് ബോഡികൾ എംബാം ചെയ്യാൻ. അപ്പോൾ അതിലെന്തോ ഭയങ്കര ഔഷധ ഗുണമുണ്ട് എന്നുള്ളൊരു സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് പൊടിച്ചിട്ട് കുപ്പിയിലാക്കി വെക്കുകയാണ് അന്ന്, മമ്മി പൗഡർ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ ഇതിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ ഒരു ചികിത്സ 16-ാം നൂറ്റാണ്ടിലെ മമ്മി പൗഡർ. എന്ത് രോഗത്തിനും ക്യൂയേഴ്സ് എവറിത്തിങ് അതിൻ്റെ അടിയിൽ ആ കുപ്പീൻ്റെ ഫോട്ടോത്തിന് വേണ്ടിയാണ് ഇത് പൊടിച്ചിട്ട് കൊടുക്കും. അപ്പോൾ രോഗം മാറുന്നില്ല. പിന്നെ അല്ലേ പ്ലാസിബോ എന്നിട്ട് സാധനമുണ്ട്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഹോമിയോപ്പതിക്കാരോ കൊടുക്കുന്ന പ്ലാസിബോ. അലോപ്പതിയിലുണ്ട് പ്ലാസിബോ. ഒരു മരുന്നിൻ്റെ ക്ലിനിക്കൽ ട്രയൽ നടത്തുമ്പോൾ കുറേ ആൾക്കാർക്ക് ആ മരുന്ന് ആ ഗുളിക കൊടുക്കും, പിന്നെ അതേ ഷേപ്പിൽ പ്ലാസിബോയിൽ മരുന്നുണ്ടാവില്ല, വെറും ചോക്കപ്പൊടി ആയിരിക്കും. എന്നിട്ട് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യും. ഈ മരുന്ന് കുടിച്ച് പ്ലാസിബോനെ അപേക്ഷിച്ചിട്ട് ഈ മരുന്ന് കുടിച്ചവർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, അതാണ് ക്ലിനിക്കൽ ട്രയലിൻ്റെ ചുരുക്കം. ആ പ്ലാസിബോ ഇഫക്റ്റ് ഉണ്ടോന്നുണ്ട്, ഈ മരുന്ന് കുടിച്ചവർക്കും സൂക്കേട് മാറുന്നുണ്ട്. ഏത് ഈ പ്ലാസിബോ കഴിച്ചവർക്കും അസുഖങ്ങൾ മാറുന്നുണ്ട്, ഈ ഗുളിക കുടിച്ചിട്ട് മാറുന്നുണ്ട്. അതിന് ചെറിയൊരു വ്യത്യാസമേ പലപ്പോഴും ഉണ്ടാവുള്ളൂ. 100 ആൾക്കാർക്ക് പ്ലാസിബോ കൊടുത്ത് 100 ആൾക്കാർക്ക് ഗുളികയും കൊടുത്താൽ ഒരു 50 ആൾക്കാർക്ക് മരുന്ന് കുടിച്ചവർക്ക് സൂക്കേട് മാറുന്നുണ്ടാവും, ഒരു 40 ആൾക്കാർക്ക് പ്ലാസിബോ കുടിച്ചവർക്ക് മാറുന്നുണ്ടാവും. അത്രേ ഉള്ളൂ. ഹിസ്റ്ററി ഓഫ് മെഡിസിൻ ഈസ് ദി ഹിസ്റ്ററി ഓഫ് പ്ലാസിബോസ് എന്നാണ്. പ്ലാസിബോകളാണ് പലപ്പോഴും രോഗം സുഖപ്പെടുത്തുന്നത്. ഇതേ ഇഫക്റ്റാണ് മമ്മി പൗഡറിനുള്ളത്. ഈ കുടിച്ചവർക്ക് പലർക്കും രോഗം മാറുന്നുണ്ട്. ഒന്നും വേണ്ട, നമ്മളെ നാട്ടിലൊക്കെ അല്ലേ മന്ത്രവാദികൾ അല്ലെങ്കിൽ മറ്റേ ഇവരൊക്കെ അല്ലേ എന്തൊക്കെയാണ് പറയാം, ഇവരടുത്തൊക്കെ പോയിട്ട് ആൾക്കാർക്ക് സൂക്കേട് പലരും മാറുന്നുണ്ട്. അതാണ് പ്ലാസിബോ എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ചൊരു ഇഫക്റ്റൊന്നും ഡയറക്റ്റ് ഇഫക്റ്റൊന്നും വേണമില്ല. നമ്മളെ മനസ്സ് നമ്മളെ ശരീരത്തിന് പാകപ്പെട്ട് കഴിഞ്ഞാൽ പല രോഗങ്ങൾ താനേ മാറിപ്പോവുകയും ചെയ്യും. അത് കഴിഞ്ഞ് വേറെ ചികിത്സ ഉണ്ടായിന്, ലോബോട്ടമി എന്ന് പറഞ്ഞിട്ട്. കേട്ടാലും നിങ്ങൾക്ക് തന്നെ ഭ്രാന്ത്. ഈ മാനസിക രോഗത്തിന് ചികിത്സിക്കുന്നതാണ്. ബ്രെയിനിൻ്റെ അകത്ത് എന്തോ ഒരു സാധനം കേട് വന്നിട്ടാണ് മാനസിക രോഗം ഉണ്ടാകുന്നതെന്നായിരുന്നു അന്നത്തെ സങ്കല്പം. എന്നിട്ട് എന്താ ചെയ്യുക വെച്ചാൽ ഐസിൻ്റെ സൂചി ഉണ്ടാകും, ഐസ് നീഡിൽ, എന്നിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ കുത്തിയിട്ട് മാഷ് ചെയ്യും. തലച്ചോറ് ഈ മറ്റേ പൊട്ടാറ്റോ, പുഴുങ്ങിയ പൊട്ടാറ്റോ മാഷ് ചെയ്യില്ലേ, അതേമാതിരി അതൊക്കെ അന്നത്തെ ചികിത്സാ രീതി. അന്ന് അതിന് ഈ ചികിത്സാ രീതി കണ്ടുപിടിച്ച ഇതിൻ്റെ പ്രൊമോട്ടറായ ഒരാൾക്ക് അന്ന് നോബൽ പ്രൈസ് കിട്ടി. സത്യം, 2 നോബൽ പ്രൈസ്, ഒന്ന് സമാധാനത്തിനും ഒന്ന് ലോബോട്ടമി കണ്ടുപിടിച്ചതിനും. അലോപ്പതിൻ്റെ ചരിത്രം പറയുന്നത്. അന്ന് ആരെങ്കിലും അതിനെ വിമർശിക്കുകയാണെങ്കിൽ ഇത് ശരിയല്ലല്ലോ, ഇത് ഇങ്ങനെ നിങ്ങൾ ഈ ചെയ്യണ, കണ്ണ് കുത്തി പൊട്ടിക്കുക സൂര്യ. അപ്പോൾ അതിൻ്റെ മറുപടി നിങ്ങൾക്ക് നോബൽ പ്രൈസ് കിട്ടിയെന്നാണ്. നോബൽ പ്രൈസ് കിട്ടിയ ആളാണ് ഇത് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളതിനെ ചോദ്യം ചെയ്യാനൊന്നുമില്ല. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 1928 അലക്സാണ്ടർ ഫ്ലമിംഗ് എന്ന് പറഞ്ഞൊരു ബയോകെമിസ്റ്റർ, മൂപ്പര് പെൻസിലിൻ കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ മുമ്പിലുള്ള അവസ്ഥ പറഞ്ഞാൽ തന്നെ, അന്ന് സർജറിക്ക് നടത്തിയ സ്ഥിതി എങ്ങനെയാണെന്നറിയാം. കയ്യും കാലൊക്കെ പിടിച്ച് കെട്ടിയിട്ട് തോളയിൽ തുണിയൊക്കെ തിരികെ കെട്ടിയിട്ട് ഈ ഈർച്ചവാൾ എടുത്തിട്ട് മുറിച്ചാണ്ട് എടുക്കലാണ് എവിടെ കേടെന്ന് വെച്ചാൽ. അല്ലെങ്കിൽ ബാർബർമാരാണ് വരിക, മറ്റേ കത്തി എടുത്തിട്ട്. ഒന്നുമില്ല, അതിൽ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു. അതായത് ആ രോഗം കൊണ്ട് മരിക്കുന്നതിനേക്കാണ് കൂടുതൽ ആൾക്കാർ ഇവരെ സർജറി കൊണ്ട് മരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിന് വളരെ റെയറായിട്ട് ആൾക്കാർ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ, ആ രീതിയിലുള്ളൊരു ക്രൂഡായിട്ടുള്ള തീർത്തും അസംസ്കൃതമായിട്ടുള്ള ഒരു സാധനമായിരുന്നു അലോപ്പതി. അത് 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറഞ്ഞ കക്ഷി ഈ ഇത് കണ്ടുപിടിച്ചു, പെൻസിലിൻ നൊട്ടേറ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ സാധനം കണ്ടുപിടിച്ച് ചില ബാക്ടീരിയകളൊക്കെ ഇത് നശിപ്പിക്കാൻ തുടങ്ങി. അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ രോഗങ്ങൾ, അന്നത്തെ കുറേ ബുദ്ധിമുട്ടുള്ള രോഗങ്ങൾ, ന്യൂമോണിയ, അങ്ങനത്തെ സംഗതികൾ, ഇതൊക്കെ മാറാൻ തുടങ്ങി. അതോടുകൂടി ഇതിൻ്റെ പിക്ചർ കംപ്ലീറ്റ് മാറി. ലോബോട്ടമിയും മമ്മി പൗഡറൊക്കെ പോയിട്ട് ഒരു ഇഫക്റ്റീവായിട്ടുള്ളൊരു സാധനം ലോകത്ത് ആദ്യമായിട്ട് കണ്ടുപിടിച്ച അന്നാണ്. പിന്നെ അങ്ങോട്ട് വെച്ചടി കയറ്റാണ്. 1940 മുതൽ 1980 വരെ അലോപ്പതിൻ്റെ സുവർണ്ണ കാലഘട്ടം എന്ന് പറയുക. അതാണ് ഒരു മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞ സംഗതി. പിന്നെ എന്ത് രോഗം വന്നാലും ആൻറ്റിബയോട്ടിക്കാണ്. പിന്നെ ജലദോഷം പിടിച്ചോ ആൻറ്റിബയോട്ടിക്, കഫക്കെട്ടോ ആൻറ്റിബയോട്ടിക്, കൈമൽ മുറി വഴുത്തോ ആൻറ്റിബയോട്ടിക്, ടൈഫോയിഡ് വന്നോ ആൻറ്റിബയോട്ടിക്, എന്തിനൊരു ആൻറ്റിബയോട്ടിക്. ഒരു പണ്ടൊരു പറച്ചിലുണ്ട്, മാൻ വിത്ത് എ ഹാമർ ഫീൽസ് എവറി പ്രോബ്ലം ആസ് എ നെയിൽന്നാണ്. ഒരു ചുത്തിയും പിടിച്ച് നമ്മളിങ്ങനെ നടക്കുമ്പോൾ കാണണമൊക്കെ ഒരു ആണിയായിട്ട് തോന്നും നമുക്ക്. പിന്നെ എന്ത് രോഗം വന്നാലും അതാ ആൻറ്റിബയോട്ടിക്.
അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ മരുന്നുകൾ വേറെ കണ്ടുപിടിച്ചു. ഇനി ചികിത്സ എന്ത് രോഗമായിട്ട് വന്നാലും നിങ്ങൾ വരി, ഞാൻ മരുന്ന് തരാം, അല്ലെങ്കിൽ ഞങ്ങളെ സർജറി. അപ്പോൾ അതേമാതിരി സർജറി ഈ കയ്യും കാലും കെട്ടിയിട്ടുള്ള പരിപാടിക്ക് പകരം മയക്കുമരുന്ന് കണ്ടുപിടിച്ചു. ഒരു എന്തെങ്കിലും പറയുക, ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ മണപ്പിച്ച് കഴിഞ്ഞാൽ ആളങ്ങ് ബോധം പോകും, മരിച്ച മാതിരിയോ. പിന്നെ അവൻ്റെ മേൽ കയ്യും കാലും മുറിച്ചിട്ടാലൊന്നും അവനെ അറിയില്ല. ഇന്നത്തെ സർജറി അതാണല്ലോ. പിന്നെ നല്ല യന്ത്രങ്ങൾ, മറ്റേ ബാർബറ മറ്റേ കത്തിക്ക് പകരം ഇല്ല കത്തിരികളും അങ്ങനത്തെ പല പേരുള്ള പല സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് വളരെ ആ ക്രൂഡ് അവസ്ഥയിൽ നിന്ന് മാറി ഇതൊരു വലിയൊരു മോഡേണൈസ്ഡ് സാധനമായി മാറി സർജറി. അതോടുകൂടി മരുന്നുകൊണ്ട് ചികിത്സിച്ചിട്ട് മാറിയില്ലെങ്കിൽ ഇവർ ഞാൻ സർജറി ചെയ്തുതരാം. അപ്പോൾ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അതിന് പരിഹാരം മരുന്നുകൾ സർജറിയും മാറി. ഓക്കെ, 1980 വരെ ഇറ്റ് വർക്ക്ഡ്. കാരണം അത്തരം അസുഖങ്ങളായിരുന്നു അന്ന് കൂടുതലുണ്ടായിരുന്നു. ആൾക്കാർ മരിച്ചിരുന്ന അത്തരം രോഗങ്ങൾ കാരണമായിരുന്നു. ഇൻഫെക്ഷൻ കാരണം, അണുബാധ കാരണം. അതിന് ആൻറ്റിബയോട്ടിക് ഇഫക്റ്റീവായിരുന്നു. സർജറികൾ പലതിനും ഇഫക്റ്റീവായി. അപ്പൻഡിക്സ് അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും പറയാം, ഇതില്ലേ ഗാൾ സ്റ്റോൺ, ഇങ്ങനത്തെ അന്ന് ബുദ്ധിമുട്ടിച്ചിരുന്ന പല രോഗങ്ങളെയും അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിരുന്നു. 1980 കഴിഞ്ഞപ്പോൾ ആ പ്രശ്നം വരുന്നു. അപ്പോൾ പിന്നെ ബാക്ടീരിയയും വൈറസും ഒന്നല്ല പ്രശ്നം. ഇതായിട്ടൊന്നൊരു ബന്ധമില്ലാത്ത പുതിയ കുറേ രോഗങ്ങൾ, പ്രമേഹം, ഒബീസിറ്റി, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, സ്ട്രോക്ക്, അൾഷൈമേഴ്സ്, പാർക്കിൻസൺസ്, ഓട്ടിസം, എന്തൊക്കെയാണ് രോഗങ്ങൾ. എന്താ ആൻറ്റിബയോട്ടിക് അതിന് കൊടുക്കുന്നത്? ഒരു പെൻസിലിനും ഒരു ആൻറ്റിബയോട്ടിക്കും ഒരു മരുന്നിന് എന്നാലും ഡോക്ടർ വിടുമോ? ഓൻ്റെ അടുത്ത് ഈ ചുറ്റി തന്നെയുള്ളത്. വെരി തരി ഗുളികരാ, മെറ്റ്ഫോമിന്, ഗ്ലിയോപ്രൈഡ്, മറ്റു മറിച്ച്. എവിടെ സുഖാനാണ്? ഓക്കെ, ബ്ലഡ് ഷുഗർ അതിൻ്റെ സിംറ്റംസിൽ ചെറിയൊരു ഇതുണ്ടാവും ഒരാഴ്ചക്ക് അല്ലെങ്കിൽ ഒരു മാസത്തിന്, പിന്നെ പോകാൻ കൂടും. അപ്പോൾ അടുത്ത ഗുളിക. വേറൊന്നും ആലോചിക്കുന്നില്ല. ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ്, കാരണം എന്താണെന്നും ആലോചിക്കാതെയാണ് ചികിത്സിക്കുന്നത്. ആ രീതിക്ക് കാര്യങ്ങൾ മാറി. ഒരു ഒബീസിറ്റി ആയിട്ട് ഒരുത്തം വന്ന് ഗുളിക കുടിച്ചാൽ മാറും ഒബീസിറ്റി? ഇല്ല, മാറില്ല ഡോക്ടർ. നമുക്ക് വേറെന്താ? സർജറി ഉണ്ട്, വരി, ഞാൻ എൻ്റെ പള്ള കയറി ചെറുതാക്കി തരാം. ബാരിയറ്റിക് സർജറിനെ പറ്റി കേട്ടില്ല, ഞങ്ങളെ ആരും ചെയ്തതെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ആളിങ്ങനെ ചുരുങ്ങിയിട്ട് വരും. വയറാണ് ചെറുതാക്കാണ്, തിന്നാൻ പറ്റില്ല. 2-3 പ്ലേറ്റ് ചോറ് തിന്നതിന് പിന്നെ ഒരു ഉരുള തിന്നുമ്പോഴത്തേന് വയറ് നിറഞ്ഞ് പിന്നെ കൊടുക്കാൻ തടി എടുക്കണം. 3-4 മാസം കൊണ്ട് ചുരുങ്ങി ഇങ്ങനെ വരും. അപ്പോൾ സർജറി, മരുന്ന്, ഇതുകൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല. ബാരിയാട്രിക് സർജറി കൊണ്ട് ഒരു പ്രശ്നം തീർന്നില്ല. അവൻ്റെ തടി ചുരുങ്ങുന്നുണ്ട്, അതോടുകൂടി അവന് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വരുന്നുണ്ട്, വേറെ പല അസുഖങ്ങളും വരുന്നുണ്ട്. ഒരാവശ്യമുള്ള സാധനം കിട്ടില്ല. ആകെ ഒരു പിടി ഭക്ഷണം കൊണ്ട് എന്താ കിട്ടാന്? അതിലധികം കഴിക്കാനും പറ്റില്ല. തടി കുറയുന്നുണ്ട്, ഓക്കെ, അവനാവശ്യം ഒരുപാട് ന്യൂട്രിയൻസിൻ്റെ അതൊക്കെ ഷോർട്ടേജ് വരുന്നുണ്ട്. അതായിട്ട് ബന്ധപ്പെട്ട പല രോഗങ്ങളും വേറെ വരുന്നുണ്ട്. ഇറ്റ്സ് ഡേഞ്ചറസ്. ആരും ചെയ്യരുത് ആ സാധനം. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്കാണ് കാര്യങ്ങൾ പോയത്. ഹെൽപ്ലെസ് ആണ്. ഡോക്ടർ പറഞ്ഞു ഇറ്റ്സ് എ ക്രോണിക് ആൻഡ് പ്രോഗ്രസീവ് ഡിസീസ്, ചാപ്റ്റർ ക്ലോസ്ഡ്. പിന്നെ ഡോക്ടർക്ക് കാര്യം വരില്ലല്ലോ. രോഗിക്കൊക്കെ കേട്ടാൽ പോരാ, അവനൊരു രോഗം മാറണം. അപ്പോൾ അതാണ് പ്രശ്നം. നമ്മൾ മരുന്നുകൾ കൊണ്ട് സുഖപ്പെടുത്താൻ പറ്റില്ല. കാരണം അത് മാറ്റാണ്, സൂക്കേട് മാറ്റാണ് രോഗങ്ങൾ. അതിൽ മരുന്നുകൾ സുഖപ്പെടുത്തില്ല ചെയ്യണത്. നമ്മളെ രക്തത്തിലെ ഗ്ലൂക്കോസിനടുത്ത് കരളിൽ കൊണ്ടുവയ്ക്കുന്ന പണിയാണ് മരുന്നുകൾ ചെയ്യുന്നത്. പ്രമേഹത്തിന് കരളിലത് നിറയുമ്പോൾ വേറെ സ്ഥലങ്ങളിലേക്ക് ചെല്ലും. അവിടേക്ക് ഇത് ഓവറായി. രക്തത്തിൽ ഇത് അപകടമുള്ള സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡോക്ടർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, നിങ്ങളുടെ ശരീരത്തിനും അറിയാം. രക്തത്തിൽ അപകടമുള്ള സാധനം പിന്നെ നിങ്ങളെ കരളിലെങ്ങനെ ഉപകാരപ്രദമാകുക? എല്ലായിടത്തും അപകടം ഉണ്ടാക്കും. ഇതേമാതിരി സംഭവം. കൈയും കാലും ഒക്കെ പോവാണ്, കണ്ണ് പോവാണ്, കിഡ്നി പോവാണ്, ലിവർ പോവാണ്, തലച്ചോറ് പോകണം. ഓരോ അവയവങ്ങളായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ ചികിത്സയിൽ അവസാനം സംഭവിക്കാൻ പോകുന്നത്. ഇൻസുലിനായാലും മറ്റു ഗുളികളാണെങ്കിലും ഈ ഡാമേജ് ഇല്ലാതെയാക്കുന്നില്ല. ഒരു പ്രമേഹത്തിന് ഒരാൾ ചികിത്സിച്ചുകൊണ്ട് മരുന്ന് കൊടുത്തോണ്ട് പ്രത്യേകിച്ചൊരു ബെനിഫിറ്റും ഇല്ല. കാരണം ആൾറെഡി അത് പ്രൂവണാണ്. ഒരു മേജർ സ്റ്റഡീസ് നടന്നിട്ടുണ്ട് ഇതിനകത്ത്. 7ഓളം സ്റ്റഡീസിൽ നടന്നതൊക്കെ തന്നെ തെളിയിക്കുന്നത് മരുന്ന് കഴിച്ചിട്ട് പ്രമേഹത്തിനെ ചികിത്സിച്ചുകൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ലെന്നാണ്. അവരുടെ ഇടയിൽ ഹാർട്ട് അറ്റാക്ക് കൂടുകയാണ് 22%. ക്യാൻസർ കൂടുകയാണ് ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റ് കാരണം. 80% വർധനവുണ്ടാകുന്നു ക്യാൻസറിൽ. പ്രമേഹ രോഗികളുടെ ഇൻസുലിൻ കുത്തുന്നവർക്കും അല്ലാത്തവരും തമ്മിൽ ഇൻസുലിൻ കുത്തുന്നവരുടെ ഇടയിലാണ് 80% ക്യാൻസർ ഇൻസിഡൻസ് കൂടുന്നത്. അതേമാതിരി എല്ലാ രോഗങ്ങളും കൂടാണ് മരുന്നുകൊണ്ട്. നിങ്ങൾ ബ്ലഡ് ഷുഗർ ഒക്കെ ലക്ഷണത്തിൽ കുറച്ച് കുറവ് കാണിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കോൺസിക്വൻസൊക്കെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അപകടങ്ങളൊക്കെ. അപ്പോൾ അതൊരു ചികിത്സയല്ല, അതൊരു രീതിയല്ല. കാരണം അതല്ല
ആ കാരണം കാണാത്ത ചികിത്സയാണ്, സിംറ്റമാറ്റിക്കാണ്. ഒരു രക്ഷയില്ല, ഞങ്ങളെ രോഗം ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതുമാത്രമല്ല, ഒരു പ്രമേയം മാത്രമല്ല, അതിനായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഗതികളുണ്ട്. മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത് ഇപ്പോൾ ശാസ്ത്രം പുതിയ പേരിട്ടാണ്. പണ്ട് സിൻഡ്രോം എക്സ് എന്നതിന് പറഞ്ഞിരുന്നത്, കാരണം കണ്ടുപിടിക്കില്ല. ഇന്ന് അവർക്കൊരു കാരണം അറിയാം. മെറ്റബോളിക് സിൻഡ്രോത്തിൻ്റെ കാരണം ഇൻസുലിൻ കൂടുന്നതാണ് ബ്ലഡിൽ. അതാണ് നിങ്ങൾ മരുന്ന് കുടിക്കുമ്പോൾ സംഭവിക്കുന്നത്. ബ്ലഡിൽ ഇൻസുലിൻ കൂടിക്കഴിഞ്ഞാൽ ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടും. ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടി കഴിഞ്ഞാൽ പൊണ്ണത്തടി കൂടി, ട്രൈഗ്ലിസറൈഡ് കൂടും, HDL കുറയും. ഇൻസുലിൻ കൂടുന്നതിനനുസരിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ഷുഗറിൻ്റെ അളവ് കൂടും, BP കൂടും, ട്രൈഗ്ലിസറൈഡ് കൂടുമ്പോൾ. ഇതിനാൽ മൊത്തത്തിൽ പറയുന്ന പേരാണ് മെറ്റബോളിക് സിൻഡ്രോം. ഈ മെറ്റബോളിക് സിൻഡ്രോത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ സംഗതികളൊക്കെ, പ്രമേഹം, ഹാർട്ട് അറ്റാക്ക്, അൾഷൈമേഴ്സ് ഇതൊക്കെ വരുന്നത്. കാരണം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ കാരണം ആർട്ടീരിയൽ ഡിസ്ഫങ്ഷനാണ്, അല്ലെങ്കിൽ ഡിസെമിനേറ്റഡ് ആർട്ടീരിയൽ ഡിസീസ് എന്ന് പറയും. എന്നാൽ രക്തക്കൊഴലിനകത്ത് ബ്ലോക്ക് വരുന്നത്. ഇതിന് കാരണം ഇൻസുലിൻ്റെ അളവ് കൂടുന്നതാണ്, ബ്ലഡിൽ ഇൻഫ്ലമേഷൻ കൂടുന്നതാണ്. അതുതന്നെയാണ് സ്ട്രോക്ക് ഉണ്ടാകാൻ കാരണം. കിഡ്നിക്ക് പോകുന്ന ആർട്ടറിയിൽ ബ്ലോക്ക് വരുന്നതാണ് കിഡ്നി ഡിസ്ഫങ്ഷനാണ് കാരണം. കിഡ്നി രോഗങ്ങളുടെ ക്രോണിക് കിഡ്നി ഡിസീസ്, CKDക്ക് കാരണം ഡിസെമിനേറ്റഡ് ആർട്ടീരിയൽ ഡിസീസാണ്. കിഡ്നിക്ക് പോകുന്ന രക്തക്കൊഴലിൽ ബ്ലോക്ക് വരുന്നതാണ്. തലച്ചോർക്ക് പോകുന്ന രക്തക്കൊഴലിൽ ബ്ലോക്ക് വരുമ്പോഴാണ് സ്ട്രോക്ക് വരുന്നത്. ഹാർട്ടിക്ക് പോകുന്ന കൊറോണറി ആർട്ടറിയിൽ ബ്ലോക്ക് വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ ചുരുക്കത്തിലേക്ക് കാരണം ബ്ലഡിനകത്ത് ഇൻസുലിൻ കൂടുന്നതാണ്, ഇൻഫ്ലമേഷൻ കൂടുന്നത്, ഹൈപ്പർ ഇൻസുലിനേമിയ ആൻഡ് ഇൻസുലിൻ റെസിസ്റ്റൻസ് രണ്ടും കൂടി കൂടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി പിക്ചർ. അപ്പോൾ ഇതിനൊക്കെ കാരണം, ഈ രോഗങ്ങൾക്കൊക്കെ കാരണം നമ്മൾ കഴിക്കുന്ന അമിതമായിട്ടുള്ള ഗ്ലൂക്കോസാണ്. ഗ്ലൂക്കോസ് കൂടുമ്പോഴാണ് ഇൻസുലിൻ കൂടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല. കാർബോഹൈഡ്രേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ അളവ് കുറയും, ഈ രോഗങ്ങളൊക്കെ അല്ലാതെയാവും. ഇത് വെറും തിയറിയല്ല, ആൾറെഡി പ്രൂവണാണ്. നമ്മൾ ഓരോരുത്തർക്കും പരിചയമുള്ളതാണ്. ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് പലർക്കും അറിയാം. പ്രമേയം അല്ലാതെ പോകുന്നുണ്ട്, ബ്ലോക്കുകൾ ഒഴിവായി പോകുന്നുണ്ട്, കിഡ്നി ഡിസീസ് കുറയുന്നുണ്ട്. 8 കേസ് ഇപ്പോൾ ആൾറെഡി നമ്മളിൽ തന്നെ ഉണ്ട്. 15, 20, 16 ഉണ്ടായതിന് ക്രിയാറ്റിൻ കുറഞ്ഞിട്ട് 8, 9 ആയിട്ട് ചുരുങ്ങി. 5 ഉണ്ടായിരുന്നത് 2 ചുരുങ്ങി. അങ്ങനെ ഒരുപാട് കുറയുന്നത്. കിഡ്നി ഡിസീസ് ഒരു കാലത്തും എന്ത് ചെയ്താലും സുഖപ്പെടില്ല എന്ന് എഴുതി തള്ളിയ കേസാണ്. അതിന് ഡയാലിസിസ് ആയി കഴിഞ്ഞാൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ്, അതല്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു പരിപാടിയില്ല, ഒരു മരുന്നുമില്ല, ചികിത്സയില്ലാത്ത. വെറും നമ്മൾ ഭക്ഷണ രീതി മാറ്റിക്കൊണ്ട് മാത്രം, കാർബോഹൈഡ്രേറ്റാണ് റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് കൂടി കുറഞ്ഞു വരുന്നുണ്ട് ആൾക്കാർക്ക്. അതേമാതിരി അൾഷൈമേഴ്സ്, 3 മാസം കൊണ്ട് ഈ സാധനം ഇല്ലാതെയും പോകുന്നുണ്ട്. ഓട്ടിസം 100% നോൺ ക്യൂറബിളാണ്. ഓട്ടിസം അലോപ്പതിയിൽ നമ്മളെ ഡയറ്റ് കൊണ്ട് 3 മാസം കൊണ്ട് ക്യൂർ ആവുന്നുണ്ട്. ഒരു അവകാശവാദങ്ങളല്ല, ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ലാപ്പിൽ. വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഓരോന്നിട്ട് കാണിച്ചു തരാം. സമയമുണ്ട് തോന്നില്ല, വേണമെങ്കിൽ കാണിക്കാം. എന്തായാലും ഇറ്റ്സ് ക്യൂറബിൾ. ബ്രെയിനിന് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ശരീരത്തിൽ ഓരോ സെല്ലുകൾക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. അതായത് ഗ്ലൂക്കോസിന് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ. ആ പ്രശ്നം പരിഹരിക്കാൻ ഈ ഗ്ലൂക്കോസ് അല്ലാത്തൊരു ഫ്യൂവൽ കൊടുക്കലേ മാർഗമുള്ളൂ. ഒരു എന്തായാലും പറയാം, പെട്രോൾ എഞ്ചിനകത്ത് നമ്മൾ ഡീസൽ അടിച്ചിട്ട് കാര്യമല്ലല്ലോ. അതേമാതിരി ചില സെല്ലുകൾ പെട്രോൾ എഞ്ചിനാണ്, അതിന് പെട്രോൾ തന്നെ കൊടുക്കണം. കീറ്റോൺ തന്നെ ചെന്നെങ്കിൽ അത് വർക്ക് ചെയ്യുള്ളൂ. എല്ലാവരുടെയും കാര്യമല്ല. ചിലർക്ക് ഡീസലും പെട്രോളും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ചിലർക്ക് പെട്രോൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ പെട്രോൾ തന്നെ കൊടുക്കണം. ഗ്ലൂക്കോസിന് പകരം കീറ്റോൺസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും പ്രോപ്പറായിട്ട്, അവർ രോഗങ്ങളും മാറും. അതിൻ്റെ ഭാഗമാണ് ഈ അൾഷൈമേഴ്സ്, പാർക്കിൻസൺസ്, ഈ പറഞ്ഞ ഓട്ടിസം, ഇതൊക്കെ ക്ലിയർ. ഈവൻ ഷിസോ അഫക്റ്റഡ് ഡിസോർഡേഴ്സ് എന്ന സാധനമുണ്ട്, SAD എന്നാണ്. ആൾമോസ്റ്റ് നമ്മൾ ഈ ബൈപ്പോളാർ ഇതൊക്കെ അല്ലേ, ഇതിന് മാനസിക രോഗത്തിൻ്റെ വേറെ രൂപം. അത് ചില സമയത്ത് ആൾ ഭയങ്കര ഹാപ്പി ആയി, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ചില സമയത്ത് ആകെ മൂഡ് ഓഫായിട്ട് ദേഷ്യം പിടിച്ച് മൂലൊക്കെ. ഈ ഒരു സ്വഭാവമുള്ള കുറേ ആൾക്കാരുണ്ട്. ഷിസോ അഫക്റ്റഡ് ഡിസോർഡർ എന്ന് തന്നെ പറയാം, ബൈപ്പോളാർ ഡിസീസ് അങ്ങനെ പറയുന്നത്. ഇത് പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തുന്നുണ്ട് ഈ രോഗം കൊണ്ട്. ഈവൻ ഷിസോഫ്രേനിയ എന്ന് പറഞ്ഞാൽ നട്ടപ്പിരാന്തിന് വരെ മാറ്റം വരുന്നുണ്ട്. ഇതൊരു പൊട്ടത്തരം പറയുന്ന മാതിരി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ ഇറ്റ്സ് വർക്ക്സ്. ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് നിങ്ങൾ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ പോയാൽ കിട്ടും. എൻ്റെ അനുഭവത്തിലൊന്നുമില്ല, ആരും ഞങ്ങളതിൽ ബന്ധപ്പെട്ടവരാരും ചെയ്തിട്ടൊന്നുമില്ല. അത് പറയാൻ എനിക്ക് ധൈര്യമില്ല, കാരണം അതൊക്കെ ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഫീൽഡിലാണ്. ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഓരോ ഡോക്ടർമാരാണ് പറയണത്, വെറുതെ പറയണതല്ല. വേണമെങ്കിൽ പഠിക്കാം. അതൊരു സാധ്യത നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, കാരണം അതിനൊരു കാരണമുണ്ട്. അതേപോലെ അൾഷൈമേഴ്സ് ടൈപ്പ് 3 ഡയബറ്റീസ് എന്നതിന് പറയുന്നത്. അൾഷൈമേഴ്സിന് ഡയബറ്റീസിൻ്റെ ഒരു രൂപമാണ്. അതായത് ബ്രെയിൻ സെല്ലുകളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അൾഷൈമേഴ്സിന് കാരണം. അത് പൂർണ്ണമായിട്ട് സുഖപ്പെടുത്താൻ പറ്റും നമ്മളെ. ഒരു ഡോക്ടറിന് ഒരു ഭർത്താവിന് അൾഷൈമേഴ്സ് വന്നിട്ട് എഴുതി തല്ലൊരു കേസ്, അവർ സ്വന്തമായിട്ട് പഠിച്ച് ഒരു ശുദ്ധ വെളിച്ചെണ്ണ 3 മാസം 2 ഔൺസോ 3 ഔൺസോ വെളിച്ചെണ്ണ ഡെയിലി ഇയാളെ കൊണ്ട് കുടിപ്പിച്ച് 3-ാം മാസം ആയപ്പോഴത്തേന് ഇയാളെ അസുഖം മാറിയെന്ന യൂട്യൂബിൽ കാണാം, അൾഷൈമേഴ്സ്. അപ്പോൾ ഇതിനൊക്കെ സാധ്യത ഉള്ളൊരു ഡയറ്റാണിത്. അതേ സമയത്ത്
ഇതിനകത്തൊരു മരുന്നില്ല, ഒരു സൈഡ് ഇഫക്റ്റ് ഇല്ല. നിങ്ങളിപ്പോൾ കഴിക്കണ ഭക്ഷണം വെളിച്ചെണ്ണ കഴിക്കാത്തവരിപ്പോൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടാവില്ലല്ലോ. ഇതൊക്കെ തന്നെ അതിൻ്റെ ചികിത്സ. നല്ല ബീഫ് കഴിക്കാത്തവർ വളരെ കുറവായിരിക്കും കൂട്ടത്തിൽ, മട്ടൻ കഴിക്കാത്തവരുണ്ടാവില്ല, മീൻ കഴിക്കാത്തവരുണ്ടാവില്ല, ഒറ്റയും തെറ്റൊക്കെ ഉണ്ടാവും. ഏതായാലും നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രമാണ് ഇതിനകത്തുള്ളത്. വേറെ പ്രത്യേകിച്ച് ഒരു മരുന്നില്ല, ഒരു അഡീഷൻസും ഇല്ല. നിങ്ങൾ സാധാരണ കഴിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പം വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ചീസൊക്കെ എല്ലാവരും ഒന്നും കഴിക്കുന്ന ആൾക്കാരാവില്ല. ഞാനൊക്കെ ഇപ്പോൾ അടുത്ത കാലത്താണ് ചീസ് കഴിക്കാൻ തുടങ്ങിയത്. കാരണം നമ്മളെ നാട്ടിലിപ്പോൾ ആകാതല്ലേ കുറേ ചോറും പരിപ്പും ചാറും ഇതെല്ലാം ലൈന്. അങ്ങനെയൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ടെന്നല്ലാതെ ഇത് പണ്ടേ ഇല്ലാത്ത പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ സംഗതി. ഇപ്പോൾ ഈ ഡയറ്റൊന്ന് മാറ്റി കഴിഞ്ഞാൽ ഇതിലൊക്കെ മാറ്റം ഉണ്ടാവും. ഈ മെറ്റബോളിക് സിൻഡ്രോം എന്നാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രോഗങ്ങളുടെയൊക്കെ അടിസ്ഥാനം ഇതിൻ്റെ പ്ലാറ്റ്ഫോം അതാണ്. മെറ്റബോളിക് സിൻഡ്രോത്തിന് 5 ലക്ഷണങ്ങളാണ് പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ ഹൈറ്റിൻ്റെ പകുതിയിലധികം അരവണ്ണം ഉണ്ടാകാൻ പാടില്ല. 170 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ളതിന് 85 സെൻറ്റിമീറ്റർ അരവണ്ണം ഉണ്ടാകുമ്പോൾ 86 ആയാൽ മെറ്റബോളിക് സിൻഡ്രോത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം ആയിക്കോട്ടെ, വേറെ തന്നെ പച്ചമലയാളത്ത് പറഞ്ഞാൽ. രണ്ടാമത്തത് BP 130/85 കൂടരുത്. അതേമാതിരി ട്രൈഗ്ലിസറൈഡ് 150 കൂടരുത്. ഫാസ്റ്റിംഗ് ഷുഗർ 100 കൂടരുത്. HDL 40 കുറയാൻ പാടില്ല. പെണ്ണുങ്ങളാണെങ്കിൽ 50 വേണം, കുറച്ച് ഫാറ്റ് കൂടുതൽ വേണം പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ അപേക്ഷിച്ച്. അങ്ങനെയാണല്ലോ പൊതുവെ. നമ്മളെ ഒരു മൂരിയിറച്ചിയും പശുവിൻ്റെ ഇറച്ചിയും നോക്കി എന്തായാലും നെയ്യ് കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ അതാണ്, അത് കൂടുതൽ വേണം. HDL 50ൻ്റെ താഴെ പോകാൻ പാടില്ല പെണ്ണുങ്ങൾക്ക്. അപ്പോൾ ഈ രീതിയിൽ ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 3 ഒരാൾക്കുണ്ടായാലും അവന് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ബാക്കി 2 ഒരു 6 മാസം കൊണ്ട് വന്നോളും, ഒക്കെ തമ്മിൽ കണക്റ്റഡാണ്. ഇതുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ആദ്യം പറഞ്ഞ ഈ രോഗങ്ങളൊക്കെ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, അൾഷൈമേഴ്സ്, പ്രമേയം, ഒബീസിറ്റി, ഇതൊക്കെ ഒന്ന് വരാമെന്നതിൻ്റെ അർത്ഥം. സിമ്പിൾ സംഗതിയല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ 5 ലക്ഷണങ്ങളില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയാൽ ഈ രോഗങ്ങളൊന്നും വരാതെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ എന്താ ചെയ്യേണ്ടി? കുടവയറില്ലാതെ ആക്കണം. കഴിയും. നിങ്ങളെ വിശപ്പടങ്ങോളം ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ വയറ് കളയാൻ പറ്റും. അതാണ് LCHF. അതേമാതിരി വേറെ വലിയൊരു തെറ്റിദ്ധാരണയാണ് ഭക്ഷണം കഴിക്കുന്ന, അതായത് കലോറി ഇന്ന് കലോറി ഔട്ട്, അതിൽ ബാലൻസ് വരുന്നത്. അതായത് ടോട്ടൽ കലോറി, ഇപ്പോൾ ഒരു 1000 കലോറി ഒരാൾ ഒരു ദിവസം ഭക്ഷണമായിട്ട് കഴിച്ച് അതിലൊരു 500 കലോറി അയാൾ ചിലവഴിച്ച് എക്സസൈസൊക്കെ ആയിട്ട്, ബാക്കി 500 കലോറി അയാളെ ബോഡി വെയിറ്റ് കൂടുന്നതാണ്. ഇത്രയും കാലം ഇപ്പോഴും ആൾക്കാർ വിശ്വസിക്കുന്ന സംഗതി. ഒരുപാട് എക്സസൈസ് ചെയ്താൽ നമ്മളെ കലോറി കുറേ കത്തിപ്പോവും, നമ്മളെ തടി കുറയുന്നില്ല. ഞങ്ങളുടെ അരീക്കോട് ഗ്രൗണ്ട്, നമ്മളെ നാട്ടിൽ വലിയ ഗ്രൗണ്ടുണ്ട്. രാവിലെയാണ് പോയി കഴിഞ്ഞാൽ ഒരു 200 ആൾക്കാരുണ്ടാവും. രാവിലെ തുടങ്ങും, സുബേസ് കേൾക്കുന്നതിൻ്റെ മുമ്പാടെ എത്തും. ഓട്ടം തന്നെ. ഒരു 10-200 ആൾക്കാരുണ്ട്. പന്ത് കളിക്കാരുണ്ട്, മറ്റുണ്ട്. അതൊക്കെയാണ് ഒരു 200 ആൾക്കാർ 199 ആൾക്കാർക്ക് നല്ല കുടവേറാണ്. ഒരു 2 കൊല്ലമായി 3 കൊല്ലമായി ഓടാൻ തുടങ്ങിയിട്ട് 1 ഇഞ്ച് 1 സെൻറ്റിമീറ്റർ കുറയണില്ല. നല്ല പ്രമേയക്കാരാണ് മുഴുവൻ. വേൾഡ് ലെവലിൽ നല്ല ഇൻ്റർനാഷണൽ ടീമിലൊക്കെ കളിച്ച പന്ത് കളിക്കാരുണ്ട്. ഇത്ര പള്ളയായിട്ട് നടക്കുന്നുണ്ട്. ഒരു കാര്യമില്ലതുകൊണ്ട് സ്പോർട്സ് കൊണ്ടൊന്നും സംഭവിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് കൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റിയ പ്രശ്നമില്ലത്. ഈ കലോറി ഇൻ കലോറി ഔട്ട് തിയറി പറഞ്ഞാൽ തെർമോഡൈനാമിക്സിലും ഒക്കെയാണ്. നമ്മളൊരു കാറിനകത്ത് 10 ലിറ്റർ പെട്രോൾ അടിച്ച് ഒരു 5 ലിറ്ററിന് ഓട്ടോ ഓടി, ബാക്കി 5 ലിറ്റർ അതിലുണ്ടെങ്കിൽ അത്രയും വെയിറ്റ് കൂടുമല്ലോ. അതാണ് ഈ പറഞ്ഞ കലോറി ഇൻ കലോറി ഔട്ട്. ഇത് ശുദ്ധ സംബന്ധമാണ്. നമ്മളെ ബോഡീൻ്റെ ബയോകെമിസ്ട്രി ആയിട്ട് യാതൊരു വിവരമില്ലാത്ത ഉണ്ടാക്കിയൊരു സാധനം അത്. ഫിസിക്സിലൊക്കെ ബയോകെമിസ്ട്രിയിൽ തെറ്റാണത്. കാരണം നമ്മൾ കഴിക്കുന്ന കലോറി എക്സ്പെൻഡിച്ചർ ആക്കണോ സ്റ്റോർ ചെയ്യണോ തീരുമാനിക്കേണ്ടത് നമ്മളുടെ എക്സസൈസ് അല്ല. കുറേ ഹോർമോൺസ് ഉണ്ട് പഠിച്ചുണ്ടാക്കിച്ച്. ഇൻസുലിന്, ഗ്രലീന്, ലെപ്റ്റിന്, പിന്നെ സെറട്ടോനിന്, ഡോപ്പമിന്, ഇങ്ങനെ ഒരുപാട്. അതേമാതിരി എന്തായാലും പറയാം, അഡ്രിനാലിന്, കോർട്ടിസോള്, ഇങ്ങനത്തെ കുറേ സംഗതികൾ കൂടി ഒരു എത്ര 10-50 ഹോർമോണുകളുണ്ട് ശരി. ഇവരൊക്കെ പാട് കൂടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മളെ കൺട്രോളിൽ പെട്ടതല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ദാഹിക്കണം എന്ന് തോന്നുന്നത് നമ്മളെ ഇഷ്ടത്തിനാണോ ദാഹിക്കൽ? ഒരാൾക്ക് എനിക്കിന്ന് വെള്ളമൊന്നും കിട്ടാൻ സാധ്യമല്ല, അതുകൊണ്ട് ഇന്ന് എനിക്ക് ദാഹിക്കണ്ടെന്ന് വിചാരിച്ചാൽ ആർക്കെങ്കിലും ദാഹിക്കാതിരിക്കുമോ? അതേമാതിരി വിശപ്പ്, ഇന്നിപ്പോൾ ഭക്ഷണമൊന്നും കിട്ടാൻ സാധ്യമല്ല, അതുകൊണ്ട് ഇന്നിപ്പോൾ വിശപ്പ് വേണ്ട, നിങ്ങൾ തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമാണോ? ഇതൊന്നും നിങ്ങളെ കൺട്രോളിൽപ്പെട്ട കാര്യമില്ല. നോബഡി ക്യാൻ കൺട്രോൾ. അതൊക്കെ ഇങ്ങനെ ഹോർമോണുകളാണ് തീരുമാനിക്കുന്നത്. ഗ്രലീനാണ് നിങ്ങൾ വിശപ്പുണ്ടാക്കുന്ന സാധനം. ഇതിന് അല്ലെങ്കിൽ ഇൻസുലിനാണ് നിങ്ങൾ എന്തെങ്കിലും പറയുക ക്രേവിങ്സ് ഉണ്ടാക്കുന്ന സാധനം. ഡോപ്പാമിനാണ് നിങ്ങൾക്ക് പ്ലഷർ ഉണ്ടാക്കുന്ന സാധനം. സെറട്ടോണിനാണ് നിങ്ങൾക്ക് സാറ്റേറ്റ് ഉണ്ടാക്കുന്നത്. ഇത് ഓരോ ഫംഗ്ഷനും ഓരോ ഹോർമോണുകളാണ്. ഇതൊന്നും അറിയാതെ വെറുതെ കലോറി ഇൻ കലോറി ഔട്ട് ഉണ്ട്. ഒരു 1000 കലോറി ഭക്ഷണം കഴിച്ചിട്ട് 800 കലോറി ഓടി തീർത്ത് ബാക്കി 200
പൊട്ടത്തര പറയണത്, ഇതൊന്നുമല്ല നടക്കുന്നത്, തെളിയിക്കപ്പെട്ട കാര്യം. ഇതാണ് ഈ തെർമോഡൈനാമിക്സിൽ പറയുന്നത്. അതായത് ടോട്ടൽ എന്തേലും പറയാം, നമ്മളെ ശരീരത്തിൻ്റെ ഭാരം കൂടാൻ കാരണം നമ്മൾ കഴിക്കുന്ന കലോറി മുഴുവൻ ചിലവാക്കി തീർക്കാത്തതുകൊണ്ടാണ്, ബാക്കി വരുന്നതാണ് ഇതാണ്. അങ്ങനെയല്ല. കാരണം എന്താ? ഏറ്റവും വലിയ തെളിവ് LCHF തന്നെയാണ്. 1 ഗ്രാം ഗ്ലൂക്കോസിനകത്ത് 4 കിലോ കാലറിയാണ് ഊർജ്ജമുള്ളത്. 1 ഗ്രാം ഫാറ്റിനകത്ത് 9 കിലോ കാലറി ഉണ്ട്. ആ സമയത്ത് 1 ഗ്രാം ഗ്ലൂക്കോസിനകത്ത് അതിൻ്റെ 1/3 ഗ്ലൂക്കോസ് ഉള്ളൂ, ബാക്കി 2 ഗ്രാം വെള്ളമാണ്. ഫലത്തിൽ 1.3 കിലോ കാലറി ഊർജ്ജം ഉണ്ടാവുള്ളൂ 1 ഗ്രാം ഗ്ലൂക്കോസിനകത്ത്. ഫാറ്റ് ആണെങ്കിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല, അതിനകത്ത് ഫുള്ള് ഫാറ്റ് തന്നെയാണ്. അതിന് 9 കിലോ കാലറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ 1 ഗ്രാം ഫാറ്റ് കഴിക്കുന്നതിൻ്റെ 1 ഗ്രാം ഗ്ലൂക്കോസ് കഴിക്കുന്നതിൻ്റെ 7 ഇരട്ടി ഊർജ്ജം കലോറി 1 ഗ്രാം ഫാറ്റ് കഴിച്ചാലുണ്ടാവും. അപ്പോൾ ഒരാൾ 200 ഗ്രാം ഗ്ലൂക്കോസ് കഴിക്കുന്നതിൻ്റെ 7 ഇരട്ടി 1400 ഗ്രാം കലോറി 1400 ഗ്രാം ഗ്ലൂക്കോസ് കഴിക്കുന്ന അതേ ഇഫക്റ്റ് 200 ഗ്രാം ഫാറ്റ് കഴിച്ചാലുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ കലോറി തിയറി ശരിയായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഒന്ന് തടിയന്മാരായിട്ടുണ്ടാവും. LCHF ചെയ്യുന്നവരൊക്കെ ചോറ് നിന്നതിനെ അപേക്ഷിച്ച് നേരെ തിരിച്ച കാര്യങ്ങൾ. ചോറ് നിന്നും തടിക്കുന്ന, ഫാറ്റ് കഴിക്കണം ചുരുങ്ങണം. അപ്പോൾ കലോറി തിയറി യാതൊരു അടിസ്ഥാനം ഇല്ലാത്തത് നമ്മളൊക്കെ തന്നെയാണ് തെളിവ്. അങ്ങനെ തന്നെ അതേമാതിരി എക്സസൈസ് കൂടുതൽ ചെയ്താൽ തടി കുറയുന്നില്ല തെറ്റിദ്ധാരണ. അതായത് എനർജി എക്സ്പെൻഡിച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ തടി കുറയുന്നതാണ് വേറെ തെറ്റിദ്ധാരണ. അങ്ങനെയാണെങ്കിൽ ഈ 2 പശുക്കളെ ആലോചിച്ച് നോക്കിയാൽ, ഇതിൽ ഈ മെലിഞ്ഞ പശു നേരം വെളുത്താണ്ട് 5 കിലോമീറ്റർ മോർണിംഗ് വാക്കിന് പോകുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതിനകത്ത് വേറെ കുറേ ജെനറ്റിക്സും വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത്, കുറേ ഹോർമോൺസിൻ്റെ ഒക്കെ. അതായത് എക്സസൈസ് ആയിട്ടൊന്നും ബന്ധമല്ല അതിന്. എക്സസൈസ് കൊണ്ട് കാര്യം ഉണ്ടെങ്കിൽ അരികൊട്ടരൊക്കെ മെലിഞ്ഞവരായിട്ടുണ്ടാവും. എനിക്ക് പരിചയമുള്ളവർക്ക് 3-4 കൊല്ലമായിട്ട് ഓട്ടത്തോടെ ഓട്ടാം, പന്തളിക്കാരും തടിയന്മാരാ മുഴുവൻ. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ഗ്രലിൻ്റെ കൂടും, വിശപ്പ് കൂടും, കൂടുതൽ ഭക്ഷണം കഴിക്കും. ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞാൽ, എക്സസൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ് കുറയും, ഭക്ഷണം കുറയും, BMR റേറ്റ് കുറയും. നമ്മളെ ഭക്ഷണത്തിൻ്റെ അളവ് നമ്മൾ കുറച്ചിട്ട് വെയിറ്റ് കുറക്കാൻ നോക്കിയാൽ കുറയില്ല. ആദ്യത്തിൽ ഒരു 3-4 മാസം ചെറിയൊരു കുറവുണ്ടാവും, വീണ്ടും പെട്ടെന്ന് പിക്കപ്പ് ആവും. പിന്നെ ഭക്ഷണം കുറച്ചാൽ എന്താ സംഭവിക്കുക വെച്ചാൽ ശരീരം മനസ്സിലാക്കും ഇത് ആവശ്യത്തിന് സാധനം കിട്ടുന്നില്ല, കലോറി നമുക്ക് ആവശ്യ ഊർജ്ജം കിട്ടുന്നില്ല. അതുകൊണ്ട് വേണ്ടാത്ത ചിലവുകളൊക്കെ ഒന്ന് കുറയ്ക്കുക, കട്ട് ഷോട്ട് ചെയ്യും. അങ്ങനെയാണല്ലോ സാധാരണ. വരുമാനം കുറയുമ്പോൾ ചിലവ് കുറക്കണം. ഈ പണിയെ ശരീരം BMR എന്ന് പറയും, ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയും. നമ്മുടെ ശരീരത്തിന് റെസ്റ്റിംഗ് പീരിയഡിൽ ചിലവാകുന്ന എനർജിക്കാണ് BMR എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ കിടന്നുറങ്ങുമ്പോഴും ഒരുപാട് ഊർജ്ജം ചിലവാക്കുന്നുണ്ട്. എന്തിനാ? ഹാർട്ട് വർക്ക് ചെയ്യാൻ, കിഡ്നി വർക്ക് ചെയ്യാൻ, തലച്ചോറ് വർക്ക് ചെയ്യാൻ, ശ്വാസകോശം വർക്ക് ചെയ്യാൻ. ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് ദി ബോഡി റിക്വയർസ് എനർജി. ആ വർക്കിങ്ങിനൊക്കെ വേണ്ടിയത് നമുക്ക് കലോറികളാണ്. ഈ കലോറികൾ നമ്മൾ ഒരു 30% ഫുഡിൻ്റെയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ BMR 30% കുറയുന്നുണ്ട്. ഫലത്തിൽ എന്താ സംഭവിക്കുക? വെയിറ്റ് കുറയില്ല. ഭക്ഷണം കുറച്ചുകൊണ്ട് ആദ്യത്തെ 2-3 മാസം ഇത് BMR ശരീരത്തിൽ മനസ്സിലാക്കി വരാനുള്ള ടൈം എടുക്കും. അതുവരെ ചെറിയൊരു കുറവുണ്ടാവും, പിന്നെ അവിടെ നിൽക്കും. മാത്രമല്ല കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൂടും ചെയ്യും. BMR കുറയുമ്പോൾ എക്സ്പെൻഡിച്ചർ കുറയും, സ്വാഭാവികമായിട്ട് വെയിറ്റ് കുറയില്ല. അതേമാതിരി നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്താൽ കൂടുതൽ വിശപ്പുണ്ടാവും, കൂടുതൽ ഭക്ഷണം കഴിക്കും. ഫലത്തിൽ ഇതൊന്നും വെയിറ്റ് ലോസിനോ ഒബീസിറ്റിക്കോ ഒരു പരിഹാരമല്ല. യഥാർത്ഥ കാരണം ഇതാണ്, ഇൻസുലിനാണ്. ഇൻസുലിൻ കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു ജംഗ്ഷൻ ഡയസറ്റേസ് തന്നെ പറയുന്നത് അവിടെ വെച്ചിട്ടാണ് തിരിയുക. വെദർ ഇറ്റ് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ആസ് എന്തെങ്കിലും പറയാം, നമ്മളെ ഊർജ്ജത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അത് കൊഴുപ്പായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ജംഗ്ഷൻ പോയിൻ്റ് ഡയസറ്റേസ് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഇൻസുലിൻ ഹോർമോണാണ്. ഇൻസുലിൻ ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടും. നമ്മൾ ആദ്യം പറഞ്ഞ ഡിനോവോ ലിപ്പോജിനിസ് കൂടെ കരകളിലും മറ്റ് കൊഴുപ്പ് സെല്ലുകളിലൊക്കെ ഇത് കൂടും. ഇൻസുലിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാറ്റിനെ തിരിച്ച് ബ്ലഡിലേക്ക് വന്നിട്ട് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനു പറയാം, ഊർജ്ജത്തിന് വേണ്ടി ഉപയോഗിക്കും. അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. അപ്പോൾ അത് ഹോർമോണൽ പ്രശ്നമാണ്. ഒബീസിറ്റിക്ക് കാരണം ഹോർമോൺസാണ്, ഇൻസുലിൻ കൂടുന്നതാണ്. അത്രയും മനസ്സിലാക്കുക. ഈ കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല ഇൻസുലിൻ കൂട്ടുന്നത്,